അല്യ ദേവദാസനെ സ്ഥാപിച്ചാനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമായ നാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രി സമയം നമുക്ക് ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ കർത്താവ് ഇടവരുത്തിയല്ലോ. കർത്താവ് ചെയ്തിരിക്കുന്ന എല്ലാ നല്ല ഉപകാരങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇനിയും 10 ദിവസം മാത്രമേ ഉള്ളൂ ഈ വർഷം കടന്നു പോകുവാൻ. കർത്താവ് ഇതുവരെ നമ്മെ ശ്രേഷ്ഠതയോടെ നടത്തി, ഒന്നിനും കുറവില്ലാതെ ദൈവസന്നിധിയിൽ നമ്മെ സന്തോഷത്തോടെ സമാധാനത്തോടെ ദേശത്ത് നിർത്തി സകലവിധ ആത്മീക ഭൗതിക അനുഗ്രഹങ്ങളാൽ കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങളോർത്ത് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവമക്കളെ, നമ്മൾ നിന്നതല്ല, കർത്താവ് നമ്മെ നിർത്തിയതാ. ഹല്ലേലൂയ. നമ്മളെക്കാൾ ശക്തർ, നമ്മളെക്കാൾ ഭക്തരായിരുന്ന പ്രിയപ്പെട്ടവര് ലോകം വിട്ട് കടന്നു പോകുമ്പോൾ നമ്മളെ ശ്രേഷ്ഠതയോടെ നടത്തിയ ആ കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഇന്ന് രാത്രിയിലും ആ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ നാം ഒന്ന് പ്രാർത്ഥിച്ചപ്പോ ഒരു കാര്യമുണ്ട്. ഉപവാസ പ്രാർത്ഥന തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരണം എന്ന് പ്രാർത്ഥിക്കുവാനിടയായി. അതാണ് യഥാർത്ഥമായി ഒരു ഉപവാസത്തിൽ നടക്കേണ്ടത്. ഓരോ ഉപവാസം കഴിയുന്തോറും നമ്മുടെ ജീവിതത്തിന് മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഉപവസിച്ചത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ യാതൊരു കാര്യവുമില്ല. നാം കൂടി വന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. ഇന്ന് രാത്രിയില് ദൈവമക്കളെ, അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയും നമുക്കൊരു മാറ്റം വേണം. പുതിയതായി ഇപ്പോൾ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാനായിരിക്കുന്ന കുഞ്ഞുങ്ങളോടും ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയുവാനുള്ളത്, ഓരോ ദിവസം നാം കഴിയും തോറും നമ്മുടെ കർത്താവിനോടുള്ള ആ അടുപ്പം നാം കൂടിക്കൊണ്ടിരിക്കണം. കർത്താവുമായിട്ടൊരു ബന്ധം നാം അടിയുറച്ച് നാം വിശ്വസിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ ആയാൽ മാത്രമേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് നിലനിൽക്കുവാൻ ഒക്കത്തുള്ളൂ. ഇന്ന് രാത്രിയിലും ദൈവമക്കളെ, അതുകൊണ്ട് നാം ശ്രേഷ്ഠതയോടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നത് എത്രത്തോളം മനോഹരമാണ്. ആരും നമ്മളെ പറഞ്ഞിട്ട് വേണ്ട, നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവോ ഇല്ലെങ്കിൽ ഹല്ലേലൂയ സ്വതന്ത്രം. ദൈവം നമുക്ക് ശ്വാസം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് വിലയില്ലാതെ നമ്മൾ ചിന്തിക്കുന്നുവെങ്കിലും ഓക്സിജൻ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് വലിച്ചെടുത്ത് നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവമക്കളെ, നമ്മൾ എത്രത്തോളം സ്തുതിച്ചാലും മതി വരികയില്ല. നമ്മളെല്ലാം അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കോവിഡ് ആയിരുന്ന സമയത്ത് ഓക്സിജൻ വില കൊടുത്ത് പോലും കിട്ടാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അല്ലേ? ഓക്സിജൻ വേണം, പക്ഷേ വില കൊടുക്കാൻ തയ്യാറാ. അതിനു പോലും വില കൊടുത്തിട്ട് പോലും ഓക്സിജൻ ലഭിക്കാതിരുന്നപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് തന്നെ വലിയ ദൈവകൃപയാണ്. അതുകൊണ്ട് ഈ ഡിസംബർ മാസം 20-ാം തീയതി ദൈവസന്നിധി നാം കടന്നു വരുമ്പോൾ നമുക്കൊരു കണക്കെടുപ്പുണ്ട്. എല്ലാ വർഷവും എല്ലാ കമ്പനികൾ ഇല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങൾ ലോകത്തിലൊരു കണക്കെടുപ്പുണ്ട്. ആ കണക്കെടുപ്പ് എന്താണ് നോക്കുന്നത്? എന്തൊക്കെ ഉണ്ടായി, നമുക്ക് എന്തൊക്കെ നേട്ടമുണ്ടായി, എന്തൊക്കെ കോട്ടമുണ്ടായി, എന്തൊക്കെ നമുക്ക് വരവ് ലഭിച്ചു, എന്തൊക്കെ ചെലവുണ്ടായി. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വരവും ചെലവുക ഇല്ലകായാണ്. നമുക്കൊരിക്കലും ഇതില്ല. അതുപോലെ തന്നെ ആത്മീക ജീവിതത്തിലും എന്തോ ലഭിച്ചു. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ദൈവസഭയിൽ പറഞ്ഞതുപോലെ, പണ്ടൊക്കെ നമുക്ക് തീരുമാനങ്ങളുണ്ടായിരുന്നു. 31-ാം തീയതി എന്തോ തീരുമാനമായിരുന്നു, അത് നടക്കത്തില്ല. അതുകൊണ്ട് ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി, ഞാൻ എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നത് തന്നെ ഒരു പാപമാണ്. അതുകൊണ്ട് അതുപോലും ഇപ്പൊ ഇല്ല, എല്ലാം പോയി തീർന്നു. അതുകൊണ്ട് നമ്മൾ വളരെ പ്രാഗൽഭ്യത്തോടെ നിൽക്കണം. ഏത് നിമിഷവും ജീവൻ കടന്നു പോകുക. എൻ്റെ ഒരു സ്നേഹിതനും എൻ്റെ പ്രിയപ്പെട്ടവനുമായിരുന്ന ഒരു ദൈവദാസൻ, സൗദിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. UPFും ICPും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ദേശത്ത് പ്രവർത്തിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ കഴിഞ്ഞ ദിവസം ഈ ലോകം വിട്ട് കടന്നുപോയി. ഞാൻ കടന്നു വന്നു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു. അതിനുശേഷം ആൾക്കാരെ കൊണ്ടുവിടാനുള്ളവരെ എല്ലാം കൊണ്ടുവിട്ട് താന് വീട്ടിൽ കടന്നു വന്നു. പ്രിയതമയോട് അവരൊരുമിച്ച് കടന്നു വന്നിട്ട് ആ ദിവസത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. അവർ രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ സഹോദരിയുടെ മുമ്പിൽ ഇരുന്ന് തന്നെ പുറമോട്ട് വീണ് മരിക്കുവാനിടയായി. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നടന്ന പാത എനിക്ക് വളരെ ഉറപ്പുണ്ട്. കാരണം ആ ദേവദാസൻ
അത്രത്തോളം ശ്രേഷ്ഠതയോടെ നിൽക്കുന്ന ഒരു കാലത്ത് മർത്തോമ സഭയിൽ നിന്നിട്ട് അവിടുന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു, ദൈവവചനം പഠിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളോടുകൂടെ ആയിരുന്ന ദൈവസഭയിലായിരുന്ന ഒരു ദൈവദാസനായിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട് താന് ദൈവസഭയിലായിരിക്കും, യാതൊരു സംശയമില്ല. കാരണം നീതിമാനായ ഒരു മനുഷ്യൻ തൻ്റെ വാക്കില്, സംസാരത്തില്, നോട്ടത്തില്, പ്രവൃത്തിയില്, ജീവിതത്തില് എല്ലാം വളരെ നീതിയോടെ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നിരുന്നാലും നമുക്കറിയില്ല, ദൈവസന്നിധിയിലാണ്, ദൈവമാണ് എല്ലാവർക്കും ദൈവമാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത്, ഹൃദയങ്ങളെ അറിയുന്നത്. മക്കളെ, അതുകൊണ്ട് ഈ 2025 അവസാനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്താ വിഷയമായിട്ട് ഞാൻ വിശേഷാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്നാനപ്പെടാൻ പോവുകയാണ്. ആ സ്നാനപ്പെടുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ആവശ്യമാണ്. ജീവിതത്തിൽ ആ മാറ്റങ്ങൾക്ക് ആവശ്യമായിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഇന്ന് ഈ രാത്രി സമയം ചെലവഴിക്കാനിടയാകും. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങള് കർത്താവായ യേശു ക്രിസ്തുവും യോഹന്നാനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് എന്ന് നമുക്ക് കാണുവാൻ. 15 മുതൽ യേശു, ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാൻ വേണമെങ്കിൽ 21 യോഹന്നാൻ 21 അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവൻ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്കുക. ആമീൻ. വളരെ വ്യക്തമായ ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരൻ ആയിരുന്നപ്പോൾ. വളരെ വ്യക്തമായ ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ, വളരെ ശാന്തമായിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ വളരെ അഗ്രസീവായിട്ട് വചനം പറഞ്ഞൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ഈ ദേശത്ത് കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശാന്തമായിട്ട് സംസാരിച്ചില്ലേ, അവർ വഴക്ക് പറയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ അലച്ചു വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ അഗ്രസീവായിട്ട് പറയാതെ വളരെ ശാന്തമായിട്ട്. കർത്താവ് അങ്ങനെ ആയിരുന്നു. നമ്മൾ എന്തോ മലയാളി പെന്തിക്കോസിൽ വന്നൊരു ഇതായിരിക്കാം. ഇനിയോ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന 2 വാക്യങ്ങളിൽ നമുക്ക് കഴിയുന്ന 2 കാര്യങ്ങളെ കാണുവാൻ കഴിയുന്നു. ഒന്ന്, ഒരു ആന്തരിക തകർച്ചയെ കുറിച്ച് അവിടെ കാണാൻ കഴിയും. 2, ഒരു ആത്മീക പകർച്ചയെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയും. ആത്മീകമായ ഇല്ലെങ്കിൽ ആന്തരിക തകർച്ച പ്രാപിച്ച ഒരുവന് മാത്രമേ ആത്മീക പകർച്ച ഉണ്ടാകാൻ ഒക്കത്തുള്ളൂ. അതാ ഇന്നത്തെ ദൈവിക ചിന്ത. എന്താണ്? ആന്തരിക തകർച്ച പ്രാപിച്ച ഇല്ലെങ്കിൽ വെളിപ്പെട്ട ഒരുവന്റെ ആത്മീകമായ ഒരു പകർച്ച ഉണ്ടാകുമെന്ന് ഇന്ന് രാത്രി സമയം ഞാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം സുവിശേഷത്തിൽ വേണ്ടിയിരുന്നു എന്ന് നമുക്ക് തോന്നാം. കാരണം 20 അധ്യായം 3 സുവിശേഷങ്ങളും അവസാനിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടുകൂടി അവസാനിക്കുമ്പോൾ യോഹന്നാനും അത് തന്നെയാണ് ചെയ്തത്. എന്താ? 20 വാക്യം, ആ 20 അധ്യായത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്, 20 അധ്യായം അവിടെ നിർത്തിയിട്ട് 21 അധ്യായം കൂടെ കൂട്ടിച്ചേർത്തതായിട്ട് നമുക്ക് കാണുവാൻ. അത് കൂട്ടിച്ചേർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടം അത് യേശു, നമുക്കറിയാം, യോഹന്നാന് കർത്താവിന്റെ ജീവചരിത്രത്തിനോ താൻ ചെയ്ത അത്ഭുത പ്രവർത്തികൾക്കോ വലിയ പ്രാധാന്യം കൊടുത്തില്ല. എന്നാൽ 8 അത്ഭുത പ്രവർത്തികള്, യേശുവിന്റെ ജീവിത സന്ദേശത്തെ സംബന്ധിച്ച് 8 കാര്യങ്ങള്
എണ്ണിയാലൊടുങ്ങാത്ത അത്ഭുത പ്രവർത്തികളെ ചെയ്ത യേശുവിന്റെ 8 അത്ഭുത പ്രവർത്തികൾ മാത്രമേ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. അപ്പോ ദൈവത്തിലും, അതായത് യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ അത് എന്തിനാണ് എഴുതിയെന്ന് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം യോഹന്നാൻ എന്തിനാണ് ഈ സുവിശേഷം എഴുതിയത് എന്ന് അവസാനമായ. എന്നാൽ യേശു 19-ന്റെ 20-ന്റെ 31 നോക്കിയേ. 30-31 വാക്യങ്ങളൊന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 20-ന്റെ 30-31. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അത്ഭുതങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അതൊന്നും ഇവിടെ വിവരിക്കുക. 8 എണ്ണം മാത്രമാണ് യേശുവിന്റെ അത്ഭുത പ്രവർത്തികളിൽ നിന്ന് 8 എണ്ണം യേശുവിന്റെ ജീവിത സന്ദേശമായി നമുക്ക് രേഖയായി ഈ യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് തരുവാനിടയായത്. അത് തന്നെയല്ല, 31-ാമത്തെ വാക്യം പറയുന്നു, എന്തിനാണ് ഈ സുവിശേഷം എഴുതിയത്? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ച് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് ഞാൻ എഴുതിയിരിക്കുന്നു. അപ്പൊ എന്തിനാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത്? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അത് മാത്രമല്ല, വിശ്വസിച്ചാൽ മാത്രമല്ല, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനാണ് യോഹന്നാൻ സ്തോത്രം. അത് മുഖാന്തരം നാം നിത്യജീവൻ പ്രാപിക്കണം. ഈ സുവിശേഷം നമുക്കറിയാം, യോഹന്നാൻ ഈ കഷ്ടത മുഴുവൻ സഹിച്ച് സുവിശേഷം എഴുതുകയുണ്ടായത് ഇത് തന്നെ പറയുന്നതായിട്ട് നമുക്ക് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ അതിന്റെ 13-ൽ കാണുവാൻ കഴിയുന്നു. നോക്കിയേ, യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, ഞാൻ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും. ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാന്റെ 20 ഇല്ലെങ്കിൽ 21 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാനായിട്ട് പിന്നീട് ഇത് സ്തോത്രം 21-ാം അധ്യായം, ഇതിന്റെ പ്രധാന ഭാഗം 20-ാം അധ്യായത്തോടുകൂടി തീരുക. 21-ാം അധ്യായത്തിൽ ചേർത്തിരിക്കുന്ന ചില കാര്യങ്ങളുടെ ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ രണ്ടാമത് ഇത് സ്തോത്രം ഇത് ചേർത്തതാണ് എന്നാണ് പറയപ്പെടുന്നത്. പുരാതന കൈയെഴുത്ത് പ്രതികളിലും ഈ അധ്യായം ഉണ്ടായിരുന്നു. ഇവിടെ നോക്കണേ, നമുക്കറിയാം അവിടെ യോഹന്നാൻ 21 നാം ആഴത്തിൽ പഠിച്ചാൽ അതിനകത്ത് യേശു പ്രത്യേകമായി ശ്രദ്ധിച്ചൊരു മനുഷ്യനുണ്ട്. അതിനകത്ത് ആ പേര് ആരുമല്ല, അത് വേറെ ആരുമല്ല, ശീമോൻ പത്രോസ് ആണ് എന്ന് നമുക്ക് കാണുവാൻ. നമ്മൾ വായിച്ച ആ വാക്യം നോക്കിയേ, യേശു ശീമോൻ പത്രോസിനോട്, നോക്കിയേ, അതായത് എൻ്റെ വിശ്വാസം ഈ ഒരു അധ്യായം എഴുതിയത് തന്നെ ഈ ഒരു പത്രോസിനെ സ്തോത്രം മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കുവാനാണ് എന്ന് നമുക്ക് കാണുവാൻ. ശീമോൻ പത്രോസിനെ വേണ്ടി മാത്രം എഴുതിയതായിട്ട് നമുക്ക് ഈ അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വചനം നമുക്കെല്ലാവർക്കും ഒരു പ്രയോജനമായി, ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയാകും. എന്താണ് ശീമോൻ പത്രോസ്? 21-ന്റെ 15, 16, 17, 21-ന്റെ 15, 16 വാക്യങ്ങളിൽ 3ആയിട്ട് നമുക്ക് തരംതിരിക്കുവാനൊക്കും. വളരെ ശ്രദ്ധയോടെ നിങ്ങളായിരിക്കണം. 21-ാമത്തെ അധ്യായം 15, 16, 17 3ആയിട്ട്. ഒന്ന്, യേശു കർത്താവ് ശീമോൻ പത്രോസിനോട് സംസാരിക്കുന്നു. 2, ശീമോൻ പത്രോസ് യേശുവിനോട് പ്രതികരിക്കുന്നു. അല്ലേ? യേശുവിന്റെ സംസാരം, ശീമോന്റെ പ്രതികരണം. അതിനകത്ത് ശീമോൻ പത്രോസിന്റെ പ്രതികരണം 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. നോക്കിക്കോണേ, ആദ്യത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു കർത്താവ് ശീമോൻ പത്രോസിനോട് സംസാരിക്കുന്നു, ശീമോൻ പത്രോസ് യേശുവിനോട് പ്രതികരിക്കുന്നു. അതിനകത്ത് ശീമോൻ പത്രോസിന്റെ പ്രതികരണം 2ആയിട്ട് നമുക്ക് പിന്നെയും തിരിക്കാം. എന്താണ്? ഒന്ന് ബാഹ്യമായൊരു പ്രതികരണം, 2 ആന്തരികമായൊരു പ്രതികരണം. വാക്യത്തിൽ 21-ന്റെ 15, 16 വാക്യത്തിൽ യേശു കർത്താവ് സംസാരിക്കുമ്പോൾ ശീമോൻ ബാഹ്യമായി പ്രതികരിക്കുന്നു. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. യേശു ചോദിക്കുന്നു, നീ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. പക്ഷെ ശീമോൻ പറയുകയാണ്, സ്തോത്രം, എനിക്ക് സ്നേഹമുണ്ട്.
അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഓ കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഫിലിയോ, അതായത് ഹല്യ സ്വതർ, ഒരു മാനുഷിക സ്നേഹത്തെ കുറിച്ച് അവിടെ പറയുന്നത്. രണ്ടാമത് യേശു ചോദിക്കുകയാണ്, ഇവരിൽ രണ്ടാമതും പത്രോസിന്റെ മറുപടി എന്താ? എനിക്ക് പ്രിയമുണ്ട് എന്നല്ലേ? 16-ാമത്തെ വാക്യം പറയുന്നു, രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. ഓ കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. യോഹന്നാന്റെ പ്രതികരണം നോക്കിയേ. അത് ഞാൻ ഹാല്യസ്വത്ര അതിനകത്ത് ഒന്ന് നോക്കിയേ. അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രിയം ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ഒരു ത്യാഗമായൊരു ഒരു പ്രിയമല്ല, പ്രതിജ്ഞാബദ്ധമായ ഒരു സ്നേഹമല്ല. അവിടെ ഒരു അഗാപ്പ ഇല്ല, ആഴമായ അഗാപ്പ എന്നാണ് പറയുന്നത്. ആഴമായ എന്ന് ഉള്ളത് നമുക്ക് കാണുവാൻ കഴിയും. 15ഉം 16ഉം വാക്യങ്ങളില് പത്രോസ് ഒരു ഉരുട്ടിപ്പരട്ടി ഒരു മറുപടിയാ പറയുന്നത്. എനിക്ക് പ്രിയമുണ്ട്. നമ്മളും ഇതൊക്കെയാ ചെയ്യുന്നത് അല്ലേ? ഒരു ആഴമായൊരു സ്നേഹം ദൈവമായിട്ടുണ്ടോ? 2025 അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ആഴമായി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കും. 17-ാമത്തെ വാക്യം പറയുന്നു, എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചതിന് പത്രോസ് ദുഃഖിച്ചു എന്ന് നമുക്ക് കാണും അല്ലേ? അവിടെ 14-മൂന്നാമത് അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചതിന്, എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമത് ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. നോക്കിയേ, കർത്താവേ നീ സകലതും അറിയുന്നു, എന്നോട് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. നോക്കിയേ, 2 പ്രാവശ്യവും അവനൊരു അനുതാപമില്ലാത്ത ഒരു പ്രതികരണമായിരുന്നു അല്ലേ? എന്നാൽ മൂന്നാമത് ചോദിച്ചപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന, പീറ്റർ മറ്റുള്ള ഭാഷാന്തരങ്ങളിൽ, കിങ് ജെയിംസ് വേർഷനിൽ, ഇംഗ്ലീഷിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, ഡീപ്ലി പീറ്റർ വാസ് ഹേർട്ട്, അതായത് ഹൃദയത്തിന്റെ തകർച്ചയുണ്ടായി, ഹൃദയത്തിന് ഒരു ദുഃഖമുണ്ടായിട്ട് പത്രോസ് കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ആദ്യത്തെ 2 ഭാഗങ്ങളിൽ ബാഹ്യമായൊരു പ്രതികരിച്ച് ശീമോനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ബാഹ്യമായി നാവ് കൊണ്ട് നമുക്കറിയാം സംസാരിക്കുന്നുണ്ട്, വെറുതെ അങ്ങ് പറയുന്നുണ്ട്, ഹാല്യസത്രം ബാഹ്യമായ പ്രതികരണമൊക്കെ ഉണ്ട്. പക്ഷേ മൂന്നാമത്തെ പ്രതികരണത്തിൽ താൻ തകർന്നുപോയി. അങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും താൻ വിചാരിച്ചതല്ല തന്നോട് ചോദിക്കുമെന്ന ഹാല്യ യേശു 4-മതായി ചോദിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 3 പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് യേശു 4-മതായി ചോദിക്കാതെ? യേശുവിന് കിട്ടേണ്ട ഉത്തരം 3-മത്തെ ഉത്തരത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ. ദൈവമക്കളെ, കർത്താവ് ആഗ്രഹിച്ച പ്രതികരണം ശീമോൻ പത്രോസിൽ നിന്ന് ഉണ്ടായി. യേശു ആഗ്രഹിച്ച പ്രതികരണം ബാഹ്യമായിരുന്നില്ല, ഒരു ആന്തരിക പ്രതികരണമാ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങളെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹാല്യസ്വത്രം നിങ്ങൾക്ക് ബാഹ്യമായി പ്രതികരിക്കുവാൻ കഴിയും, ആന്തരികമായി പ്രതികരിക്കുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ യേശു ആഗ്രഹിച്ച പ്രതികരണം ബാഹ്യമായിരുന്നില്ല. ഹാല്യസ്വത്രം 2-മത്തെ ചോദ്യമായിട്ട് നിർത്തിയനെ. യേശു ആഗ്രഹിച്ച 2 ചോദ്യം, 2 വാക്യങ്ങൾ, ഇതൊരിക്കലും നിങ്ങൾ മറക്കരുത്. 21-ന്റെ 15ഉം 16ഉം ബാഹ്യമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. യോഹന്നാന്റെ മകനായ ശിമോനെ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പറയുന്നു, എനിക്ക് പ്രിയമുണ്ട്. എന്നാൽ ഹാല്ലേലൂയ സ്വത്രം, അവരുടെ ഹാല്യസ്വത്രം, എന്നാൽ കർത്താവ് ആഗ്രഹിച്ച ബാഹ്യമായ പ്രതികരണത്തെക്കാൾ കൂടുതൽ അവരുടെ അകത്ത് കിടക്കുന്ന ഒരു സ്പർശനം, അകത്ത് കിടക്കുന്ന ഒരു ദർശനം, ദൈവത്തിന്റെ ശബ്ദം, കർത്താവിന്റെ സ്വരം അവന്റെ ഉള്ളത്തെ ആന്തരികമായി തകർക്കുവാനിടയായി. 3-മതും ചോദിച്ചപ്പോൾ ജീവിതത്തിന്റെ ആന്തരികമായൊരു തകർച്ച അവൻ അനുഭവിക്കുവാനിടയായി. 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ തനിക്ക് ആന്തരികമായൊരു തകർച്ച, ബാഹ്യമായി പ്രതികരണങ്ങൾക്കപ്പുറമായി കർത്താവ് ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ദൈവത്തിന്റെ മക്കളെ, ഹാല്യസ്തോത്രം, ബാഹ്യമായി നമുക്ക് പലരെയും കളിപ്പിക്കുവാനൊക്കും, ബാഹ്യമായി നമുക്ക് പലതും ചെയ്യുവാനൊക്കും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഹാല്യസ്തോത്രം നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമായി. ഈ 2025 ബാഹ്യമായ പ്രതികരണത്തിനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഇന്ന് രാത്രി നമ്മളോട് ചോദിക്കുകയാണ്, നീ ഹാല്യസ്തോത്രം ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു? പെന്തിക്കോസിന് നഷ്ടപ്പെട്ട ഒരു വലിയ പ്രശ്നം ഇതാണ്. കയ്യടിയുണ്ടോ? കയ്യടിയുണ്ട്.
ആരാധനയുണ്ടോ? ആരാധനയുണ്ട്. സ്വത്രം. അന്യഭാഷയുണ്ടോ? അന്യഭാഷയുണ്ട്. അതൊക്കെ വിവിധ രൂപത്തില് ഹല്യ സ്വത്രം പുതിയ രൂപത്തിലും ഭാവത്തിലും വെളിപ്പെട്ടു വരും. കീബോർഡ് ചലിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആരാധനയല്ല യഥാർത്ഥ ആരാധന. ഇന്ന് പകൽ സമയം നമ്മൾ കേട്ടതാ, ഹല്യ സ്വത്രം, ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കേണ്ടത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ ഒരു ഹല്യ സ്വത്രം ആരാധനയ്ക്ക് യോഗ്യനായവന്റെ മുമ്പിൽ നാം നമ്മെ സൃഷ്ടിച്ചവനായിരിക്കുന്ന ആ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ എത്രത്തോളം വർഷിപ്പുകാര് പറയുമ്പോൾ ആരാധിക്കേണ്ട ഒരു ആരാധനയല്ല. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരു ആത്മ പകർച്ചയുണ്ടെങ്കിൽ, ആത്മീകമായി തകർച്ചയുണ്ടെങ്കിൽ, ദൈവവൈതലെ എന്റെയും നിങ്ങളുടെ ജീവിതത്തില് ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരും സ്വത്രം പറയേണ്ട നീ ആരാധിക്കേണ്ടത്, ആരും പറയേണ്ട നീ സ്വത്രം ചെയ്യേണ്ടത്. ഇന്ന് പകൽസമയം സ്വത്രം ഇന്ന് രാത്രി സമയം ഒരു കാര്യം നീ ചിന്തിച്ചു. സ്വത്രം കീബോർഡിന്റെ ശബ്ദത്താലല്ല, കീബോർഡ് നിയന്ത്രിക്കുന്നവരുടെ കാര്യത്താലല്ല, ആരാധന ലീഡ് ചെയ്യുന്നവരുടെ സ്വത്രം സംസാരത്തിലല്ല, പിന്നെയോ സ്വത്രം ഒരു ആന്തരിക തകർച്ച പ്രാപിച്ച ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നത് സ്വത്രം അവൻ വിളിച്ചു വേർതിരിക്കുന്ന ദൈവവൈതല് എങ്ങനെയായിരിക്കണമെന്ന് ഇന്ന് പകൽസമയം പത്രോസിനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആരാധനയ്ക്ക് യോഗ്യനായവനെ ഉള്ളിൽ നിന്ന് സ്വത്രം നാം ആരാധിക്കേണ്ടതേ ആവശ്യമാണ്. നല്ലതുപോലെ ആരാധിക്കുവാൻ ഇന്ന് സ്വത്രം പല ഉപകരണങ്ങൾ വേണം. എന്നാൽ ദൈവമക്കളെ, അതല്ല ആരാധന. നിങ്ങളെ തന്നെ യാഗമായി തീരുവാനിടയാകണം. നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ ഒരു യാഗമായി തീരും. ബാഹ്യമായ പ്രതികരണത്തിന്റെ ആരാധനയല്ല ആരാധന. ബാഹ്യമായ പ്രകടനമല്ല ഒരാരാധന. നിങ്ങൾ നോക്കുമ്പോൾ അന്യഭാഷ പറയുന്നുണ്ടായിരിക്കാം, ആരാധിക്കുന്നുണ്ടായിരിക്കാം, തുള്ളിച്ചാടുന്നുണ്ടായിരിക്കാം, കൈയടിക്കുന്നുണ്ടായിരിക്കാം. ബാഹ്യമായ പ്രതികരണത്തോടെ ആന്തരികമായ ഒരു തകർച്ച എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലായെങ്കിൽ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് മുമ്പാകെ ഒരു സമർപ്പണത്തോടൊരു ആരാധനയില്ലെങ്കിൽ സ്വത്രം ദൈവമക്കളെ, സ്വത്രം യാതൊരു പ്രയോജനമില്ല. എന്നാൽ ആന്തരിക തകർച്ചയോടൊരു മീറ്റിംഗ് നിങ്ങൾ സ്വത്രം ഒരു സ്വത്രം കടന്നു വരുന്നുണ്ടെങ്കിൽ അവിടെ വെളിപ്പാടുണ്ടാകും, അവിടെ ദർശനമുണ്ടാകും, അവിടെ വിടുതലുണ്ടാകും. അവിടെ സ്വത്രം വെറുതെ നമ്മൾ കടന്നു പോകുവാൻ ഇടയാകത്തില്ല. പിന്നെയോ അതിനപ്രകാരമായി പ്രത്യേകിച്ചൊരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുവാൻ ഇടയാകും. നിങ്ങൾ ആരാധിച്ചോ അന്യഭാഷയോ പക്ഷേ ആത്മീക തകർച്ച നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, ഒരു ആത്മീകമായി നമുക്കൊരു മാനസാന്തരവും തകർച്ചയും ഒരു പകർച്ചയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നാം സ്വത്രം ദൈവസേനയിൽ സ്വത്രം അല്ലാതെ നാം എത്ര വന്ന് ആരാധിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് രാത്രിയിൽ ഞാൻ നിങ്ങൾ ബാഹ്യമായ പ്രകടനത്തിലല്ല ദൈവമക്കളെ ദൈവം സ്വത്രം ദൈവം ആഗ്രഹിക്കുന്നു. പിന്നെയോ ആന്തരികമായൊരു തകർച്ച. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലേ നാം കടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലം നാം ദൈവസന്നിധിയിൽ എങ്ങനെയായിരുന്നു? നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായ ഒരു പകർച്ച ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന സ്വത്ര സംഭവങ്ങളിലോ എന്തെങ്കിലും ബാഹ്യമായ പ്രകടനങ്ങളിൽ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ സ്വത്രം ഒരു ആത്മീക തകർച്ച ഉണ്ടാകുന്നില്ല എങ്കിൽ, ഒരു ആന്തരിക തകർച്ച ഉണ്ടാകുന്നില്ല എങ്കിൽ കർത്താവിന് അത് പ്രസാദകരമായിരിക്കത്തില്ല. കാരണം എന്തെന്നറിയാമോ? പ്രിയ ദൈവദാസന്മാരെ, നിങ്ങൾക്ക് കളിപ്പിക്കുവാൻ ഒക്കും. എന്നാൽ അന്തരേന്ദ്രിയങ്ങളെ അറിയുന്ന നമ്മുടെ ഇരിപ്പും എഴുന്നേൽപ്പും നടപ്പും ഹൃദയങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം സ്നാനത്തിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, സ്വത്രം കർത്താവ് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ എക്സ്റേക്ക് കാണാൻ കഴിയാത്ത, MRIക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവത്തിന് കാണാൻ കഴിയും. അവിടെ നോക്കുമ്പോ നമുക്ക് മനസ്സിലായ എന്താ? മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം, പകയും പിണക്കവും ജാരശങ്കയും ദ്വന്ദ്വപക്ഷവും സ്വത്രം വേണ്ടാത്തത് വിടക്ക് കണ്ണും, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ട് ആരാധനയ്ക്ക് കടന്നു വന്ന് ദൈവമക്കളെ ആരാധിച്ചത് കൊണ്ടല്ല. സ്വന്തം സഹോദരനെ സഹോദരനാന്ന് എണ്ണാത്തവൻ സ്വന്തം സഹോദരനെ നിസ്സാരായി എന്ന് വിളിച്ചാൽ പോലും ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ സ്വത്രം കാണാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയും? ഇന്ന് രാത്രിയിൽ ആത്മതകർച്ച ഉണ്ടാകണം. ആത്മീകമായി നമുക്കൊരു സ്വത്രം ദൈവത്തിന്റെ പ്രസാദം സ്വത്രം ഉണ്ടാകണം. നോക്കി സ്വത്രം
ഈ 3 വാക്യങ്ങളിൽ പത്രോസിനോട് ചോദിക്കുന്ന കാര്യം യോഹന്നാന്റെ മകനായ ശീമോനേ എന്നുള്ളൊരു വാക്ക. 3.5 വർഷത്തിന് മുമ്പ് കർത്താവായി യേശു ക്രിസ്തു പത്രോസിനെ വിളിച്ചു വേർതിരിച്ചപ്പോൾ അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളൊന്നും വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങള്. പത്രോസ് യേശുവിന്റെ അടുക്കലേക്ക് ശീമോനെ കൊണ്ടുവന്നപ്പോൾ അവനോട് സംസാരിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. എന്താ യോഹന്നാൻ പറഞ്ഞത്? കേട്ടവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസിയായിരുന്നു. അടുത്ത വാക്യങ്ങൾ 41. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ടു. അവനോട്, ഞങ്ങൾ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. നോക്കിയേ, കർത്താവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഹാലിയ പത്രോസിനോട് പറയും. 42-ാമത്തെ വാക്യം, അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നോക്കി, യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു. നിനക്ക് എന്താകും? കേഫ എന്ന പേര് വരും എന്ന് പറഞ്ഞു. നോക്കിയേ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി സമയം വളരെ ആഴമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം. 1-ാം അധ്യായം 40-ാം വാക്യത്തില് 40-42 വാക്യത്തില് അന്ത്രയോസ് തന്റെ സഹോദരൻ യോഹന്നാനെ പത്രോസിനെ വിളിച്ചുകൊണ്ട് എവിടെ കടന്നു വന്നു? യേശുവിന്റെ അടുക്കൽ. 42-ാമത്തെ വാക്യം യേശു പറയുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ. യേശു പത്രോസിനോട് പറയും, യോഹന്നാന്റെ മകനായ ശീമോനെ, 3.5 വർഷം എന്താ പറഞ്ഞേ? ഞാൻ നിന്റെ പേര് മാറ്റം കേഫയാക്കും. പത്രോസ്, പെട്രോ, പെബിൾ. സ്തോത്രം. നോക്കിയേ, നീ ഇപ്പോൾ ആരാ? ഇപ്പോ യോഹന്നാന്റെ പുത്രനായ ശീമോനാ. യേശു പറയുകയാണ്, കേഫ എന്ന പേരാകും. ആ 2 ശബ്ദങ്ങൾ അവിടെ കാണാൻ കഴിയും. ഒന്ന് യോഹന്നാന്റെ പുത്രനായ ശീമോനും, പിന്നെ കേഫയും. നീ ഇപ്പോൾ ആരാ? യോഹന്നാന്റെ മകനായ, സ്തോത്രം, യോഹന്നാന്റെ പുത്രനായ ശീമോൻ. 3.5 വർഷക്കാലം കഴിഞ്ഞ് യേശു വിളിക്കുന്നൊരു വിളിയാണ്. എന്താ വിളിച്ചത്? യേശു ശീമോനോട് പറയാ, ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ. കേഫ ആയിട്ടില്ല, അവൻ പത്രോസ് ആയില്ല. നീ ഇപ്പോൾ യോഹന്നാന്റെ പുത്രനായ ശീമോനാ. അതിന്റെ അർത്ഥം എന്തെന്നറിയോ? ഉറപ്പില്ലാത്തവൻ. ശീമോന്റെ അർത്ഥം ഉറപ്പില്ലാത്തവൻ, സ്ഥിരതയില്ലാത്തവൻ, കാറ്റിന്റെ ചലനങ്ങളാൽ ചലിക്കുന്നവൻ, ഞങ്ങണ, എങ്ങോട്ടും തിരിയും, എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നീ പക്ഷെ ഒരു ആളാകും. ആരാ? നാളെ നീ ആരാകും? നീ കേഫയാകും, നീ പെട്രോസാകും, പാറക്കഷ്ണമാകും. ഇന്ന് നീ ആയിട്ടില്ല, പക്ഷേ ഒരു ദിവസം നീ ആകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ പൈതലേ, കർത്താവ് വിളിക്കുകയാണ്. താന് 20 അധ്യായം കഴിഞ്ഞ് 21 അധ്യായത്തിൽ പത്രോസിന് വേണ്ടി മാത്രം ആ പത്രോസിന്റെ ജീവിതത്തെ കുറിച്ച് കാണുമ്പോൾ 3.5 വർഷക്കാലം കഴിഞ്ഞിട്ടും ഇന്ന് രാത്രി നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു. കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ച പേര് എപ്പോഴാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോ എന്നെയും നിങ്ങളെയും വിളിച്ച പേര് നിങ്ങൾ നോക്കിയാൽ മതി. 30 വർഷം രക്ഷിക്കപ്പെട്ടു, 20 വർഷം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിനോട് ചേർന്നു. ഈ 20 വർഷം കഴിഞ്ഞിട്ടും ആ സെയിം പേരാണ് വിളിക്കുന്നതെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ല. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒന്ന് ചിന്തിക്കണം. നീ ഇപ്പോൾ ആരാണ്? ശീമോൻ പത്രോസ്നായ നീ യോഹന്നാന്റെ മകനായ ശീമോനാണ്. എന്നാൽ സ്തോത്രം, നീ നാളെ ആരായിത്തീരും? നീ കേഫയാകും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി നീ കേൾക്കണം. ഇപ്പോൾ നീ ആരാണെന്ന് തിരിച്ചറിയണം. നീ ആകേണ്ടത് എന്താണെന്നുള്ള നിശ്ചയം നിനക്കും വേണം. വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ, വാക്കുമാറാത്തവനാ. അവന് വാഗ്ദത്തിന്റെ ആച്ഛാദനമില്ല. അവൻ ഗതിഭേദങ്ങളെ സ്തോത്രം നോക്കുന്നവനല്ല. സ്തോത്രം. ദൈവമക്കളെ,
ഹാലിയ സ്വത്രം എങ്ങും എത്താതെ നിരാശപ്പെട്ട് പോകാതിരിപ്പാൻ ഇന്ന് പകൽ സമയം കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹാലിയ സ്വത്രം ഞാനും നിങ്ങളും ആകേണ്ടതുപോലെ ആയില്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ഡിസംബർ മാസം 25-ാം തീയതി ഇല്ലെങ്കിൽ 20-ാം തീയതി ഹാലിയ സ്വത്രം ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തിനോട് പറയുന്നു, നമ്മൾ ആകേണ്ടതുപോലെ മാറിയില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. അപ്പോ നീ ആരാകുന്നു? 3.5 വർഷം കഴിഞ്ഞിട്ട് യോഹന്നാൻ 21 അതേ വാക്കുക പറയുന്നത്. യേശു ശീമോനോട് സംസാരിക്കുന്നു. യേശു ശീമോനോട് ആഹ്വാനം ചെയ്യുകയാണ്. അവനെ വിളിക്കുന്ന വിളി ശ്രദ്ധിച്ചു. 15-ാമത്തെ വാക്യം പറയുന്നു, യോഹന്നാന്റെ മകനായ ശീമോനെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ശീമോൻ അത്ഭുതപ്പെട്ടു. 3.5 വർഷത്തെ ശേഷം യേശു കർത്താവ് വിളിച്ച അതേ വിളി. ഹല്ലേലൂയ, സ്തോത്രം. ആത്മീയ ജീവിതത്തിൽ യേശുമായുള്ള ബന്ധത്തിൽ 3.5 വർഷത്തെ തഴക്കവും പഴക്കവും പറയുവാനുണ്ട് അല്ലേ? 3.5 വർഷം യേശുവിനോട് കൂടെ നടന്നു. ഒരുപാട് വീരകൃത്യങ്ങൾ താൻ ചെയ്തതാ. മറ്റുള്ള ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു. യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന ഒരു മനുഷ്യനാ. ഇപ്പോഴും തന്നെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ മകനായ ശീമോനെ. ഹല്ലേലൂയ, സ്തോത്രം. വെളിപ്പാട് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ വെളിപ്പാടിനെ പ്രാപിച്ചൊരു മനുഷ്യനായ പത്രോസ് എവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും? സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിന്റെ 16-ാമത്തെ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം അവിടെ പറയുകയാണ്, വായിച്ചേ 12 മുതലുള്ള വാക്യങ്ങള്, അല്ല 13 വാക്യങ്ങള്. യേശു ഫിലിപ്പോസിന്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആര് എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനെന്നോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറയാന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്ര നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, പാറമേൽ ഞാൻ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. നോക്കണേ, ആത്മീക ജീവിതത്തിൽ യേശുമായുള്ള ബന്ധത്തിൽ 3.5 വർഷത്തെ തഴക്കവും പഴക്കവും ഉള്ള മനുഷ്യൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കണ്ടപ്പോ അവിടെ പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞ പത്രോസ് അവിടെ പറയുകയാണ്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഹാലിയ സ്വത്ര, നീ കേഫയാകുന്നു, ഈ പാറമേൽ എന്റെ സഭയെ ഞാൻ പണിയും. നിമിഷം കഴിഞ്ഞില്ല, പത്രോസ് മാറി കേട്ടോ. അടുത്ത നിമിഷം നിങ്ങൾ നോക്കിയ അന്ന് മുതൽ യേശു തന്റെ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എല്ലാവരാലും പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. നോക്കിയേ, അതിന് തൊട്ട് മുമ്പിൽ ഈ വാക്യം, അതായത് 21-ാമത്തെ വാക്യത്തിന് തൊട്ട് മുമ്പിൽ പത്രോസ് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ അതേ പത്രോസ് 21-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. യേശു പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ടിട്ട് കൊണ്ടുപോയി. പത്രോസിന്റെ സ്നേഹം കൊണ്ടാ കേട്ടോ. യേശുനോട് പറഞ്ഞു, ബാ ഒന്ന് മാറി നിൽക്കാം, നമുക്ക് മാറി നിൽക്കൊന്ന് സംസാരിക്കാം. കർത്താവേ, അതരുത് പറയാ, നിനക്ക് അങ്ങനെ ഭവിക്കരുത്. കർത്താവ് വന്ന് എന്തിനാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടും നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെന്ന് പത്രോസ് പറഞ്ഞ് അവനെ യേശു ഉറപ്പിച്ചിട്ടും കർത്താവിനോട് പറയാ, കർത്താവേ അതരുത്. വന്നതിന് ഘടകവിരുദ്ധമായി പത്രോസ് പ്രവർത്തിക്കുക, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് പത്രോസിനോട് സംസാരിച്ചതായിരുന്നു. നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്രേ കരുതുന്നത്. മനുഷ്യനെ പോലെ ആയിപ്പോയി. ആര്? മാനുഷിക ചിന്തയിൽ പത്രോസ് അവിടെ വെളിപ്പാട് കിട്ടിയ, വീരകൃത്യങ്ങൾ ചെയ്ത, യേശുവിനെ കുറിച്ച് വെളിപ്പാട് ലഭിച്ച മനുഷ്യൻ.
അതിന്റെ 17-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ കടന്നു വന്നേ. ഈ പത്രോസിന് ലഭിച്ചൊരു വലിയ ഭാഗ്യമായിരുന്നു. ഏതാ 17-ാമത്തെ അധ്യായത്തില് ആ ദിവസം കഴിഞ്ഞപ്പോൾ യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിൽ പോയി. ഹാല്യ സ്വത്രം. അവിടെ പറയുന്നു, പത്രോസും അവിടെ യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്, നിനക്ക് സമ്മതമെങ്കിൽ ഇവൻ എന്റെ ആ കർത്താവിന്റെ ഹാല്യ സ്വത്ര തേജസ് കണ്ടവൻ, സ്വത്രം നോക്കിയേ, മഹത്വം കണ്ടവൻ, ഒരുപാട് വീരകൃത്യം കർത്താവിന് വേണ്ടി ചെയ്ത ആള്, സമൂഹ ദൃഷ്ടിയിൽ ശിഷ്യന്മാർ ഒന്നാമൻ, ആ കാലഘട്ടത്തിലെ ശിഷ്യന്മാരിൽ ഒന്നാമനായിരിക്കുന്ന പത്രോസ്. അതുകൊണ്ടാണ് ഈ റോമൻ സഭയിലൊക്കെ പത്രോസാണ് ഈ പാറമേൽ, പത്രോസ് എന്ന പാറമേലാണ് ഈ സഭ എന്നൊക്കെ പറഞ്ഞ് അവരായിരിക്കുന്നത്. ദേശത്തിന്റെ ദൃഷ്ടിയിൽ പ്രധാനിയായ മനുഷ്യൻ പത്രോസ്, ഒരു വ്യത്യസ്തനായിട്ടുള്ള മനുഷ്യൻ, ഏത് കാര്യത്തിനും എപ്പം വേണമെങ്കിലും ഇറങ്ങിച്ചെല്ലുന്നവൻ. ഹാല്യ സ്വത്രം. എന്നാൽ ഇവനെ നോക്കി യേശു 21-ാമത്തെ അധ്യായത്തിൽ, അതിന്റെ ശേഷം പിന്നെയും തിബിരിയാസ് കടലിൽ വെച്ച് യേശു പ്രത്യക്ഷനായി, മരിച്ചു അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പത്രോസിനെ അടുക്കൽ കടന്നു വന്നുകൊണ്ട്, പത്രോസിന് ഹാല്യ സ്വത്രം, പത്രോസിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവിടെ പറയുകയാണ്, 3.5 വർഷം കഴിഞ്ഞിട്ട് അവിടെ പറയുക, നീ ഇപ്പോഴും യോഹന്നാന്റെ മകനായ ശീമോന, നീ കേഫ ആയിട്ടില്ല. പഴക്കം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല ദൈവമക്കളെ. ഇന്ന് രാത്രിയിൽ പഴക്കം പറഞ്ഞത് കൊണ്ട്, 10 വർഷത്തെ വീരകൃത്യങ്ങൾ നമ്മൾ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. യഥാർത്ഥമായി ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് ഇന്ന് രാത്രിയിൽ ഒന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ, സ്വത്രം. നോക്കിയേ, അവിടെ പറയുന്നു, ഈ ഹാല്യ കേട്ടിരിക്കുന്നവരെ ചിലപ്പോൾ ഞെട്ടിച്ചായിരിക്കാം. വീരകൃത്യം ചെയ്ത യോഹന്നാൻ യേശുവിനെ ഹാല്യ സ്വത്രം മറുരൂപമലയിൽ വ്യത്യസ്തനായി കണ്ട യോഹന്നാൻ, തേജസ്സിൽ കണ്ട പത്രോസ്, സമൂഹ ദൃഷ്ടിയിൽ ഒന്നാമനായിരിക്കുന്ന പത്രോസ്, സഭയിൽ ഒന്നാമനായിരിക്കുന്ന പത്രോസ്, ദേശത്തിൽ ഒന്നാമനായിരിക്കുന്ന പത്രോസ്, കർത്താവ് പറയുക, എന്റെ ദൃഷ്ടിയിൽ നീ ഇപ്പോഴും ആരാന്നറിയാമോ? യോഹന്നാന്റെ മകനായ ശീമോൻ. അവന്റെ ഉള്ളം, ആ വിളി കേട്ടപ്പോൾ അവന്റെ ഉള്ളത്തില് ഒരു തകർച്ച ഉണ്ടാകുവാനിടയായി. 3 വർഷത്തെ സ്വത്രം ആ പരിചയം പറയുവാനുള്ള പത്രോസ്, പഴക്കം പറയുവാനുള്ള പത്രോസ്, സ്വത്രം ദൃഷ്ടിയിൽ അവൻ പറയുക, ഞാൻ ഇന്നും യോഹന്നാന്റെ മകനായ ശീമോനായിട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ, സ്വത്രം ശീമോൻ അങ്ങനെ എന്നുള്ള ചിന്ത അവന്റെ ഉള്ളിൽ അന്തർഭാഗത്തെ തകർക്കുവാനിടയായി. അവന് മനസ്സിലായി, അവന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ സ്വത്രം തകർച്ചയുണ്ടായത്, യോഹന്നാന്റെ മകനായ ശീമോനെ എന്ന് വിളിക്കുവാൻ യേശുവിന് പ്രത്യക്ഷനായിരുന്ന യേശു അവനോട് സംസാരിച്ചടുത്ത് രാത്രി മുഴുവൻ അവിടെ കാണുവാൻ കഴിയുന്നത് എന്താ? താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അതിന്റെ 3-ാമത് അവനോട് പറഞ്ഞു, പത്രോസ് ദുഃഖിച്ചു. ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു. താഴോട്ട് വായിക്കുമ്പോൾ 28, യേശു സ്നേഹിച്ച ശിഷ്യന്, അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. താഴോട്ട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന്. അതിനു മുമ്പ് 21-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നു, ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. സ്വത്രം. യോഹന്നാന്റെ മകനായ ശീമോൻ എന്ത് ചെയ്തു? അവിടെ നിങ്ങളോട് വായിച്ചു നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ, അല്ല, 21-ാം അധ്യായം 21-ാം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാ. യോഹന്നാന്റെ മകനായിരിക്കുന്ന ശീമോൻ ജീവിച്ചിരിക്കുമ്പോഴും എന്താ അവന്റെ പേര്? വായിച്ചു
ശീമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കാൻ അവരോട് ഞാൻ മീൻ പിടി വായിച്ചോ. അവരോട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഉം. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. ഉം. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ഉം. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. ഉം. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. ഉം. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞിരുന്നില്ല. ഉം. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഉം. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. ആ. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ. ഉം. അവരോട് എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. ഉം. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ആ, കർത്താവ് ആകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ മതി. യോഹന്നാന്റെ മകനായ ശീമോൻ ആയിരിക്കുമ്പോൾ തന്നെ യേശു അവന് പ്രത്യക്ഷനായി. യേശു എന്നിട്ട് അവനോട് സംസാരിച്ചു. രാത്രി മുഴുവൻ വല വീശിട്ട് ഒന്നും ലഭിക്കാതിരുന്നപ്പോൾ നിരാശയായി നിൽക്കുന്ന പത്രോസ് ഉൾപ്പെടുന്ന ശിഷ്യഗണത്തോട് വലത്ത് ഭാഗത്ത് വല വീശുക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ വാക്ക് കേട്ട് വല വീശി 153 വലിയ മത്സ്യങ്ങൾ പടകിനകത്ത് വരത്തക്ക രീതിയിൽ ഭൗതിക മേഖലയിൽ അനുഗ്രഹിക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 153 വലിയ മീനൊക്കെ ആ കാലഘട്ടത്തില് അന്നത്തെ സമ്പാദ്യം മത്സ്യങ്ങളൊക്കെ ആയിരുന്നു. ആടുമാടുകൾ, മത്സ്യങ്ങള് അവരുടെ അധ്വാനം കൊണ്ട് കിട്ടിയതാണോ? ഇത് നമുക്ക് പറയാം അവർ അധ്വാനം കൊണ്ട് കിട്ടിയതല്ല. യേശു പറഞ്ഞിട്ട് വലയിട്ടു അങ്ങനെയാണ്. പിശാച് കൊടുത്തതാണോ? ആരാ കൊടുത്തത്? യേശുവാ കൊടുത്തത്. യേശു എപ്പോഴാ കൊടുത്തത്? ശീമോൻ പത്രോസിനായിരിക്കുമ്പോഴാ യേശു അവന് വെളിപ്പെട്ടത്, അവന് പ്രത്യക്ഷനായത്. ശീമോൻ പത്രോസ് ആയിരിക്കുമ്പോഴാണ് ഈ മീൻകൂട്ടം എല്ലാം അവന് കിട്ടിയത്. അപ്പോഴും ആര് മാറിയിട്ടില്ല? പത്രോസ് മാറിയിട്ടില്ല. യോഹന്നാൻ ശീമോൻ ആയിരിക്കുമ്പോഴും ഇതെല്ലാം കൊടുത്തു. ദൈവമക്കളെ, മീൻ കിട്ടിയത് കൊണ്ടോ വിശുദ്ധി കൊണ്ടോ ആത്മീയ കൊണ്ടോ നമുക്ക് പലതും ലഭിക്കുമ്പോ ഒരു കാര്യം ഓർത്തോണം, നീ മാറിയത് കൊണ്ടല്ല ദൈവം തന്നത്, ദൈവത്തിന്റെ കൃപയാ. മീൻ കിട്ടുന്നത് അനുഗ്രഹത്തിന്റെ അളവുകോലായി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ അളവുകോൽ, ഇല്ലെങ്കിൽ എനിക്ക് ടെസ്ല കിട്ടി, എനിക്ക് വലിയ വീട് കിട്ടി, എനിക്ക് വലിയ പാർപ്പിടം കിട്ടി, എനിക്ക് വലിയ ജോലി കിട്ടി, ഇത് അനുഗ്രഹത്തിന്റെ അളവുകോലാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ശീമോൻ പത്രോസ് ആയിരിക്കുമ്പോ തന്നെ അവൻ ഇതെല്ലാം ലഭിച്ചു. യോഹന്നാന്റെ മകനായ ശീമോനെ, സ്തോത്രം, ജീവിക്കുമ്പോ തന്നെ നിനക്ക് മീൻ കിട്ടും. ആത്മീകനാണോ? അല്ല. ജഡികനാണോ? അല്ല. പ്രാകൃതനാണോ? അല്ല. വിശ്വാസിയാണോ? അല്ല. അഭക്തനാണോ? അല്ല. അവിടെയുമില്ല ഇവിടെയുമില്ല. സ്ഥിരതയില്ലാത്ത ജീവിതശൈലി പുലർത്തുന്ന, ഇല്ലെങ്കിൽ എങ്ങനെയാ പത്രോസ് പോകേണ്ടത്? കർത്താവ് പോയപ്പോ, കർത്താവിന്റെ ആ മരണശേഷം ആദ്യം എടുത്തിയാടി പാർട്ടിയാ പത്രോസ്. പത്രോസ് പറയാ, എന്താ, ഞാന് മീൻ പിടിക്കാൻ പോകുന്നു. അവൻ അറിയാവുന്ന തൊഴിലാ. കർത്താവില്ല, ഒന്നുമില്ല. അവൻ ഇതുവരെ ആരായിട്ടില്ല. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ആരാകും? നീ കേഫയാകും. ഇതുവരെ കേഫ ആയിട്ടില്ല. സ്തോത്രം. കർത്താവ് പറയുന്നു, സ്തോത്രം, അനുഗ്രഹം ഒക്കെ ഉണ്ട്, നീ പോയി സ്തോത്രം 40 ദിവസം ഉപവസിച്ചാലും ദൈവമക്കളെ ഈ ശീമോന്റെ കുപ്പായം ഒന്നും ഒഴിച്ചു വെച്ചില്ല എങ്കിൽ സ്തോത്രം അവൻ, ഞാൻ നോക്കട്ടെ, സ്തോത്രം, അവിടെ നമുക്കറിയാം കർത്താവ് പറഞ്ഞില്ല നിന്റെ പ്രശ്നത്തിൽ നിന്നെ സഹായിക്കത്തില്ല എന്ന് പറഞ്ഞില്ല. സ്തോത്രം, ഹാലലുയ സ്തോത്രം. ഇന്ന് രാത്രിയിൽ നീ ശീമോന്റെ കുപ്പായം ഒക്കെ ഒന്ന് അഴിച്ചു വെച്ച് നീ കേഫയാൽ നോക്കട്ടെ, 10 മത്തി തരാം എന്നല്ല പറഞ്ഞത്. 153 മീനെ കൊടുത്തു അല്ലേ? എപ്പോഴാ? ശീമോൻ സ്വത്രം താഴെ പറയുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി സ്നേഹിക്കുന്നുവോ? ഇപ്പോഴും ആരാ സ്വത്രം? അവൻ ശീമോനായിട്ടാ. മീൻ കിട്ടുന്ന ആത്മീക അനുഗ്രഹമായി ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും ധനവാനെയും ലാസറേയും നമുക്ക് കാണാൻ കഴിയും.
ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ധനവാനെയും കാണും ലാസറും കാണും. നമ്മള് സഭായോഗത്തിന് ധനവാനും ലാസറും സഭായോഗത്തിന് വന്നെന്ന് വിചാരിച്ചു. ധനവാൻ എഴുന്നേറ്റ് നിന്ന് എന്താ പറയുന്നത്? ആരുടെ സാക്ഷ്യത്തിനാണ് നമ്മൾ വില കൊടുക്കുന്നത്? ധനവാൻ പറയും, എനിക്ക് ഇവിടെ ഫാക്ടറി ഉണ്ട്, ഇവിടുത്തെ എല്ലാം ഇവിടെ ഹല്യസ്തോത്രം, ഇവിടുത്തെ ഉള്ള കാര്യങ്ങളെല്ലാം എനിക്കുണ്ട്. പക്ഷേ ഹല്യസ്തോത്രം ലാസറോ, നമ്മുടെ സാക്ഷ്യം സഭായോഗത്തിന് പോകുന്ന സാക്ഷ്യമായിട്ട് ലോകത്തിൽ നമ്മുടെ പല സാക്ഷ്യങ്ങളും എന്താ? വെച്ചടി അനുഗ്രഹമാണെങ്കിൽ, കയറ്റമാണെങ്കിൽ നമ്മളെന്താ? നമ്മുടെ സാക്ഷ്യം ഇവിടെ കാണുവാൻ കഴിയുന്നത് നമ്മുടെ സാക്ഷ്യം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. അവനെ അങ്ങ് ദൈവം അനുഗ്രഹിച്ചെന്നേ നമ്മൾ പറയുന്ന ചില വാക്കുകളാ. എന്തു ഈ അനുഗ്രഹം? ഇന്ന് രാത്രി ചിന്തിക്കണം. മത്സ്യം കിട്ടുന്നതല്ല അനുഗ്രഹം. മീൻ കിട്ടുവാൻ നീ കേഫയാകണ്ട. ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ മകനായി ശീമോനായി ജീവിച്ചാൽ മതി, മീൻ കിട്ടും. ഉയരത്തിലേക്ക് കിട്ടണമെങ്കിൽ നീ ലാസറിന് കിട്ടിയതുപോലൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ വേണം. നിത്യത കിട്ടണമെങ്കിൽ ദൈവമക്കളെ ആത്മീകമായ ഒരു തകർച്ച ആത്മീകമായ ഒരു പകർച്ച നമ്മുടെ ജീവിതത്തിൽ വേണം. സ്തോത്രം. രണ്ടാമത്തെ മേഖലയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കർത്താവേ, ഞാൻ യോഹന്നാന്റെ മകനായി ജീവിച്ചിരുന്നിട്ടും നീ എനിക്കിതെല്ലാം തന്നല്ലോ. സ്തോത്രം. നമുക്കറിയാം, യാക്കോബ് എന്ന മനുഷ്യൻ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യാക്കോബ് ഉപായിയായ മനുഷ്യനാ. ബർശബയിൽ നിന്ന് ഹാരാനിലേക്ക് പോവുകയാണ്. സഹോദരനെ കളിപ്പിച്ചു, അപ്പനെ കളിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടാ പോകുന്നത്. കളിപ്പീരെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പോവുകയാ. ഭീതിയോട്ട ഹാരാനിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തെത്തി. സൂര്യൻ അവിടെ ചെന്നപ്പോൾ അസ്തമിച്ചു. നമുക്കറിയാം, അവിടെ രാത്രിയിൽ ഹോട്ടലൊന്നുമില്ല. നമ്മുടെ സാക്ഷ്യമാണെങ്കിൽ പറയും, ഞാൻ യാത്ര ചെയ്തപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നു, അവിടെ ഹോട്ടലില്ല, അവിടെ ഒരു കട പോലും, ഒരു പെട്ടിക്കട പോലും ഇല്ല, എനിക്ക് യാതൊന്നും സഹായിക്കുവാനില്ല. ഗ്ലോറി. എന്നാൽ ദൈവമക്കളെ, ഹല്ലേലൂയ, എനിക്ക് അത്ഭുതകരമായി വഴി തുറന്നു. സ്തോത്രം. എല്ലാം ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ ദൈവം തരും, യാതൊരു സംശയവുമില്ല. എന്നാൽ ഹല്ലേലൂയ, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ പോകുന്ന കാറിന്റെ കയറ് പൊട്ടി, നമ്മുടെയൊക്കെ സാക്ഷ്യമത. ഹല്ലേലൂയ. വിജനമായ സ്ഥലത്താ ഞാൻ കല്ല് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. എന്റെ ശുദ്രജീവിയിൽ നിന്ന് ഹല്ലേലൂയ എന്നെ വിടുവിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ വിശ്വസ്തനായ ആയതുകൊണ്ട് എന്നെ വിടുവിച്ചു. ദൈവമക്കളെ, ആത്മീകരെ അളവുകോൽ ഇതല്ല. കർത്താവ് സംരക്ഷിച്ചതൊന്നുമല്ല, നമ്മളെ സംരക്ഷിക്കും. അവന്റെ ദൂതന്മാരെ കൊണ്ട് നമ്മളെ സംരക്ഷിക്കും. മാത്രമോ, രാത്രിയില് ഹല്ലേലൂയ അവൻ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ എന്തോ സ്വപ്നങ്ങളാ. ഹല്ലേലൂയ. എന്നെ പട്ടി കടിക്കാൻ വരുന്നു, എന്നെ പാമ്പ് കടിക്കാൻ വരുന്നു, ഇതൊക്കെയാ നമ്മൾ കാണുന്ന സ്വപ്നം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. 28-ന്റെ 13-ാമത്തെ വാക്യം അവിടെ പറയുന്നു, പിന്നെയോ സ്വർഗത്തോളം എത്തിയിരിക്കുന്ന ഒരു ഗോവേണി കണ്ടു. അവിടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തു. ഇതെല്ലാം പറഞ്ഞിട്ട് അവിടെ യാക്കോബ്, അവിടെ നമുക്കറിയാം, അവൻ ഉപായിയായിരുന്ന മനുഷ്യനായിരുന്നു. അവൻ ഇസ്രായേൽ ആയിട്ടില്ല. സ്തോത്രം. യാക്കോബിനെ ദൈവം സംരക്ഷിച്ചു, ശരിയാ. ഉറക്കം കൊടുത്തു, ശരിയാ. ഒരു സ്തോത്രം, ക്ഷുദ്രജീവിയെ അവനെ തൊട്ടില്ല, ശരിയാ. സ്വർഗത്തിലെ ദർശനം കൊടുത്തു, ശരിയാ. ഇതെല്ലാം കൊടുത്തു. സ്തോത്രം. ഇവൻ ആത്മീക തകർച്ച കൊണ്ടാണോ അവന് ഉണ്ടായത്? ഇവൻ ആത്മീകനായത് കൊണ്ടാണോ ഉണ്ടായത്? കർത്താവ് ദൈവം പറയുന്ന ഒരു വാക്യമുണ്ട്. അതിന്റെ 28-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം പറയുകയാണ്. സ്തോത്രം. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറും കിഴക്കോട്ടും. അവിടെ പറയാ, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ഇസ്ഹാക്കിന്റെ ദൈവവുമാകുന്നു. നീ കിടക്കുന്ന ഭൂമി ഞാൻ ഇതൊക്കെ ചെയ്തത് നിന്നെ ഓർത്തിട്ടല്ല, പിന്നെയോ
വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന പശ്ചാത്തലത്തിൽ ഞാൻ വിളിച്ചപ്പോൾ ഹാലിയ മുൻപും പിൻപും നോക്കാതെ എനിക്ക് വേണ്ടി ഹാലിയ ഇറങ്ങിത്തിരിച്ചൊരു വല്യപ്പച്ചനുണ്ടായിരുന്നു. അവന്റെ പ്രാർത്ഥിച്ചു അവരോടുള്ള ആ നീതി കൊണ്ട് ആ ദൈവമക്കളെ അവനെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത്. ഇന്ന് രാത്രി സമയം ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. ആത്മീകത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, പിതാക്കന്മാരുള്ള ദൈവത്തിന്റെ നീതിയാണ് ഇന്ന് പകൽ സമയം എന്നെയും നിങ്ങളെയും ഇത്രത്തോളം ശ്രേഷ്ഠതയോടെ നിർത്തുവാൻ കർത്താവ് ഇടവരുത്തിയത്. 40 ദിവസം ഉപവാസം ഇരുന്നിട്ടല്ല. ഹാലിയ സ്വത്ര എന്നോടും നിങ്ങളോടുമുള്ള തലമുറയായിട്ടുള്ള ദൈവിക പദ്ധതിയുടെ അനുസരിച്ച ദൈവമക്കളെ നമ്മളെ ദൈവം ഹാലിയ സ്വത്രം വിളിച്ചു വേർതിരിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത്. പലരും എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലരും ഹാലിയ സ്വത്ര നീതിയോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമാ ഇന്ന് പകൽ സമയം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവം പറയുന്നു, ഹാലിയ സ്വത്ര ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ നിങ്ങളുടെ ആത്മീകമായിട്ടുള്ള ആ പുറമെയുള്ള ഇതല്ല ആവശ്യം, ഒരു ആന്തരികമായ ഒരു സമർപ്പണമാണ് നമുക്ക് ആവശ്യം. ഹാലിയ സ്വത്രം. അതുകൊണ്ട് ആ ദൈവം ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയുള്ളവനല്ല. ഹാലിയ സ്വത്രം ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ഈ ഹാലിയ ദൈവമെന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങൾ ഓർത്തിരിക്കണം. സ്നാനത്തിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹാലിയ പൈതങ്ങളെ, ദൈവകുഞ്ഞുങ്ങളെ, നിങ്ങളൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പുറമെയുള്ള അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹാലിയ സ്വത്രം. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ അളവുകോൽ എന്താണെന്നറിയാമോ? ഗലാത്യ ലേഖനം 3:14 നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചാൽ ഗലാത്യ ലേഖനം 3:14 ഇങ്ങനെ പറയുന്നുണ്ട്: അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തക്കവണ്ണം. നോക്കി, അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് കിട്ടി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹാലിയ ആ നീതി യാക്കോബിനോട് മാത്രമല്ല, എന്നോടുമുള്ള ബന്ധത്തിൽ വെളിപ്പെടുകയാണ്. അബ്രഹാമിന്റെ നീതി എനിക്കുമുണ്ട്. ഹാലിയ സ്വത്ര ആരിൽ കൂടിയാ? ഹാലിയ സ്വത്ര ചങ്കു തുറന്ന് അവസാനത്തുള്ള രക്തം പോലെ ഒഴുക്കി ഹാലിയ കാൽവറിയിൽ യാഗമായി തീർന്നത് കൊണ്ട്, എന്നെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ആ കർത്താവിനെ കർത്താവ് നമ്മെ ഹാലിയ സ്വത്ര അവസാനത്തുള്ള രക്തം പോലെ ഒഴുക്കി ഹാലിയ സ്വത്രം ആ അനുഗ്രഹം ആ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകരുവാനിടയായത്. ശീമോനായി ജീവിച്ചാൽ എഞ്ചിനീയർ ആവാം, ശീമോനായി ജീവിച്ചാൽ ഡോക്ടർ ആവാം. ഹാല്യ സ്വത്ത്. എന്നാൽ നല്ലവനും വിശ്വസനായ ദാസനെ എന്ന് വിളിക്കുന്ന പേര് വിളിക്കുവാൻ ഇന്ന് പകൽ സമയം ശീമോൻ എന്ന പേര് കൊണ്ട് കഴിയത്തില്ല. ഹാല്യ തകരുന്നൊരു ഹൃദയം എനിക്കും നിങ്ങൾക്കുമില്ല എങ്കിൽ ഹാല്യ സ്വത്രം നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ ഇന്ന് ഞാൻ ഹാല്യ പ്രിയപ്പെട്ടവരോട് 1-2 പേരോട് സംസാരിക്കുവാനിടയായി. പെന്തിക്കോസ്തിന്റെ പ്രശ്നം എന്താ സംഭവിച്ചെന്നറിയാമോ? ഒരു കാലത്ത് അനുഭവത്തിൽ കടന്നു വന്ന ദൈവജനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവജനത്തിന് വലിയ വിടുതൽ കൊടുത്തു. രണ്ടാമത് എന്ത് ചെയ്തു? ഹാല്യ സ്വത്ര അവര് അനുഭവിച്ച ദൈവകൃപ അനുഭവിച്ച് പ്രാപിച്ചതാണ്. എന്നാൽ രണ്ടാമത് എന്ത് ചെയ്തു? അത് അഭിനയത്തിലേക്ക് മാറി, ഒരു അഭിനയമായി. പെന്തിക്കോസ്തിന്റെ ജീവിതം ഒരു അഭിനയമായി. വെള്ളയുടുപ്പും ഹാല്യ സ്വത്രം ക്ലീൻ ഷേവ് ഒക്കെ ഉണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിശുദ്ധനാണെന്നുള്ളൊരു അഭിനയമായി. അത് കഴിഞ്ഞിട്ട് അടുത്ത കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ ഒരു അനുകരണമായി മാറുവാനിടയായി. ശീമോനായി ജീവിച്ചാൽ ഇതെല്ലാം ലഭിക്കും. ശീമോന്റെ ഹൃദയം തകർന്നപ്പോൾ ഹാല്യ കർത്താവായ ഹാല്യ സ്വത്രൻ യോഹന്നാന്റെ മകനായ ശീമോനെ എന്ന് ജീവിച്ചിട്ടും നീ എനിക്ക് ആവശ്യമുള്ളതെല്ലാം നീ എനിക്ക് തന്നു. യോഹന്നാന്റെ ഈ സുവിശേഷം 21-ാം അധ്യായം പത്രോസ് ദൈവത്തിന് മുമ്പാകെ മുമ്പിൽ ഹാല്യ സ്വത്രം നമുക്കറിയാം വിധേയപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് ഇന്ന് പകൽ സമയം ഫറവോന്റെ ഹൃദയം പോലെ കഠിനമാക്കാതെ ഹാല്ലേലൂയ സ്വത്രം കാഴ്ചപ്പാടില്ലാത്ത അവസ്ഥകൾക്ക് മാറ്റം വരുത്തി ഒരു തകർച്ചയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഹാല്യ സ്വത്രം 2-ാം ദിനം കർത്താവിന്റെ ഹാല്യ സ്വത്രം കർത്താവ് ഹാല്യ സ്വത്രം ശീമോനെ തള്ളിക്കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഹാല്യ സ്വത്രം സുവിശേഷത്തിൽ നിന്ന് ചരിത്ര പുസ്തകത്തിന് കർത്താവ് ഹാല്യ സ്വത്രം അവനെ എന്താക്കി മാറ്റിയെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഹാല്യ സ്വത്രം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 2-ാം അധ്യായം
യോവേൽ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 2:28 സകല ജഡത്തിന്മേലും അന്ത്യകാലത്ത് യോവേൽ പ്രവാചകൻ 2:28 നമുക്ക് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, അല്ലേ? 28-29 വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ച് സ്തോത്രം. അവിടെ നമുക്ക് യോവേൽ പ്രവചനന്റെ നിവൃത്തിയാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ദൈവമക്കളെ ഒന്ന് വായിച്ച് ആ 2:28 അവിടെ നിന്റെ പരിശുദ്ധൻ ദ്രവ്യത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് ചോദിച്ചു, നിന്റെ സന്നിധിയിൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം. അതിന്റെ നിവൃത്തിയാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ഇത് ഇവിടെ ആ 2:13-14 12-13-14 ഒന്ന് വായിച്ച് യോവേൽ പ്രവാചകൻ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എന്നിലേക്ക് തിരിയുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുതപിച്ച് തനിക്ക് ഭോജനയാഗവും പാനീയയാഗമുള്ള ഒരു അനുഗ്രഹം വെച്ചിരിക്കുകയില്ലയോ? ആർക്കറിയാം? ഹല്ലേലൂയ, സ്വതന്ത്രം. ദൈവമക്കളെ, ജീവിതത്തിൽ ഒരു സ്വതന്ത്രം പകർച്ച നടക്കണമെങ്കിൽ ഉള്ളിലൊരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പണത്തുള്ള വസ്ത്രങ്ങളെ നിങ്ങളുടെ പുറമേയുള്ള ബാഹ്യമായ പ്രതികരണമല്ല. ബാഹ്യമായ പ്രതികരണം കൊണ്ട് നിങ്ങളുടെ ദൈവദാസന്മാരെയോ നിങ്ങളുടെ വിശ്വാസികളെ കളിപ്പിക്കാം, പക്ഷെ ദൈവത്തെ കളിപ്പിക്കുവാനൊക്കത്തുള്ള. ദൈവത്തിന്റെ വചനം പറയുന്നു, വസ്ത്രങ്ങളെ അല്ല കീറേണ്ടത്, തകരേണ്ടത് എവിടാന്നറിയാമോ? പഴയ നിയമ പ്രവാചകന്റെ വെളിപ്പാട് വാഗ്യ പ്രകടനം കൊണ്ടായിരുന്നു നടക്കുകയില്ല. ആന്തരികമായൊരു തകർച്ച കൊണ്ട് മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവമായ യഹോവയിലേക്ക് നീ സ്തോത്രം തിരിയണം. അതിന്റെ നിവൃത്തിയാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സഭയ്ക്ക് അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ സ്തോത്രം എന്ത് ചെയ്യണം? നിങ്ങൾ വാങ്ങിപ്പോകാതെ യെരൂശലേമിൽ സ്തോത്രം പാർക്കണമെന്ന് പറയുന്നത്. നീ സ്തോത്രം നിങ്ങളുടെ പുത്രിമാര് പ്രവചിക്കും. സഭയിൽ ദൈവമക്കളെ ഇപ്പോൾ എന്താ ഉണ്ടായിരിക്കുന്നതെന്നറിയോ? വളർച്ചയില്ല, ഉയർച്ചയില്ല, ഒരു വരൾച്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ അതുകൊണ്ട് സ്തോത്രം ദൈവമക്കളെ, ഉയരത്തിൽ നിന്നുള്ള ഒരു ആത്മാവിനെ നമ്മുടെ മേൽ പകരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ്, മരുഭൂമി ഉദ്യാനമായി തീരും. അതിന്റെ 32-15 വാക്യം, ആത്മീയ ജീവിതത്തിലെ മരവിപ്പ് മാറ്റി സ്തോത്രം നമുക്കൊരു ഉദ്യാനം ആയി തീരണമെങ്കിൽ, മരുഭൂമി ഉദ്യാനമായി തീരണമെങ്കിൽ ജീവിതത്തെ തന്നെ ഒന്ന് മാറ്റിമറിച്ച് ജീവിതത്തെ തന്നെ ഒന്ന് സമർപ്പിച്ച് ഒരു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നാൽ സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ആത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ ആത്മപകർച്ച സഭയിൽ നടക്കുന്നില്ല എങ്കിൽ ദൈവമക്കളെ, സ്തോത്രം നാം കടന്നു വന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. 2-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആത്മപകർച്ച നടന്നു. എവിടെയാണ്? മർക്കോസിന്റെ മാളിക മുറിയിൽ. അതിന് സ്തോത്രം മുൻപ് ആത്മപകർച്ച അതിന് സ്തോത്രം അതിനായി പലരെ ഒരുക്കിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. 120 പേര് മർക്കോസിന്റെ മാളിക മുറിയിൽ സ്തോത്രം അവര് കടന്നു വരുവാനിടയായി. അവരിൽ ഒരു വ്യക്തിയായിരുന്നു ശീമോൻ പത്രോസ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഒരു തകർച്ചയാൽ ഏൽപ്പിക്കപ്പെട്ടവൻ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവനെ ഒരു പകർച്ചയുടെ വ്യക്താവാക്കി മാറ്റുവാൻ ദൈവം തിരഞ്ഞെടുത്തു. മർക്കോസിന്റെ മാളിക മുറിയിൽ ആ വ്യക്തിയെ നമുക്കൊന്ന് നോക്കുവാനിടയാകും. മർക്കോസിന്റെ മാളിക മുറിയിൽ കയറുന്ന വ്യക്തി, അതിനു മുമ്പ് മർക്കോസിന്റെ മാളിക മുറിയിൽ കയറുന്ന വ്യക്തി ആരായിരുന്നു? യോഹന്നാന്റെ പുത്രനായ ശീമോനായിരുന്നു. എന്നാൽ മർക്കോസിന്റെ മാളിക മുറിയിൽ നിന്ന് അവൻ ആരാണ് ഇറങ്ങി വന്നതെന്നറിയാമോ? ഒരു വ്യത്യസ്തനായ മനുഷ്യൻ, തകർന്ന ഹൃദയത്തോടെ അവൻ കടന്നുപോയിട്ട് ഇറങ്ങി വന്നത് ആരുമായിട്ടാ?
ഹാല്യ സ്വത്രം ഒരു പുതിയ മനുഷ്യനായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹാല്യ സ്വത്രം ആത്മാവ് അവന്റെ മേൽ പകർന്നപ്പോൾ ഹാല്യ പകർച്ച അവന്റെ മേലും പകർന്നതായിട്ട് നമുക്ക് കാണുവാം. 120 പേരുടെ മേല് ആ 2-ാം അധ്യായത്തിൽ ആ മാളികമുറിയിൽ ഒരു വലിയ പകർച്ച അവിടെ കാണുവാൻ കഴിയുന്നു. കയറിയ ശീമോനായിട്ടല്ല, കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായ ഒരു കേഫാവായിട്ടാണ് നടന്നത്. കേറിയത് ശീമോനാണെങ്കിലും എന്നാൽ ഹാല്യ സ്വത്രം വെളിപ്പെട്ട ആത്മാവിന്റെ പകർച്ചയ്ക്ക് മുമ്പിൽ ആ ഹാല്യ അതുവരെ അവനെ വാദിച്ചും പ്രാപിച്ചും പിൻപറ്റിയും ശീമോന്റെ മേഖലയെ പൊട്ടിയിട്ട് അവന്റെ അകത്ത് ഹാല്യ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി മാറുവാനിടയായി. കയറിയത് ശീമോന, ഇറങ്ങിയത് കേഫയായിട്ട് ഇറങ്ങി വന്നു. ഇടയിൽ നടന്നത് പകർച്ചയാ ദൈവമക്കളെ. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നടന്ന ഒരു ആത്മീക പകർച്ച അവന്റെ മേൽ പകർന്നപ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഹാല്യ സ്വത്രം യോഹന്നാനിൽ ശീമോൻ എന്ന പേര് കാണുമ്പോൾ കേഫെ എന്ന വ്യക്തിയെ കാണുവാൻ കഴിയുന്ന ലേഖനങ്ങളിലാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സുവിശേഷത്തിലെല്ലാം ശീമോനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ സുവിശേഷം എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ശീമോനെയാണ്. എന്നാൽ ലേഖനങ്ങളിൽ നിങ്ങൾ നോക്കിയേ, 1 കൊരിന്ത്യർ 9-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിച്ച്. ഗലാത്യ ലേഖനം 1:18, 2:11 ഒന്ന് വായിച്ച്. എളുപ്പമായിര് 1 കൊരിന്ത്യർ 9:5. ശേഷം അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ നോക്കിയേ എന്താ പറഞ്ഞത്? ശേഷം അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും. യോഹന്നാന്റെ മകനായ ശീമോന്റെ പേര് 21-ാം അധ്യായത്തിൽ കഴിഞ്ഞപ്പോൾ അപ്പോസ്തലർ 2-ാം അധ്യായത്തിലേക്ക് ആത്മപകർച്ച അവന്റെ മേൽ വ്യാപരിച്ചു. അവന്റെ സ്ഥിതി മാറ്റം വന്നു. ജീവിതത്തിൽ അവൻ വേറൊരു തലത്തിലേക്ക് കടന്നു പോകുവാനിടയായി. ഇനിയും ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിച്ച്. 2:11 വായിച്ച്. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയം ഉണ്ടാക്കേണ്ടതിന് യെരൂശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. എന്നാൽ കേഫാവുമായിട്ട് പത്രോസിന്റെ പേര് മാറി. നിന്റെ പേര് കേഫാവാകും. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിക്ക് ശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് അവന്റെ പേര് കേഫയായി മാറിയെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇനിയും 2:11 കൂടെ ഒന്ന് വായിച്ച്. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. അപ്പോ ഇവിടെ എല്ലാം സുവിശേഷത്തിൽ നമുക്ക് പത്രോസിന്റെ പേര് കേഫയായിട്ട് കാണുവാൻ കഴിയുന്നു. എന്താണ് സുവിശേഷത്തിലെ ശീമോനെ പഠിച്ചാൽ നമ്മളിൽ ആ ശീമോന് ഉണ്ട്. ഇതൊന്നും നേരത്തെ എഴുതി വെച്ച ഈ ചരിത്രങ്ങളൊന്നും നമ്മുടെ കയ്യിൽ കിട്ടിയത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതൊന്നും ശീമോനെ ഇല്ലെങ്കിൽ പത്രോസിനെ കുറിച്ച് പത്രോസിന് അറിയത്തില്ല. ഈ കാര്യങ്ങളൊന്നും അവന്റെ ജീവിതത്തെ കുറിച്ചുള്ള എടുത്തിയാട്ടം ഒന്നും അറിയത്തില്ല. സുവിശേഷത്തിലെ ശീമോനെ പഠിച്ചാൽ ഇന്ന് രാത്രി നമുക്ക് കാണുവാൻ കഴിയുന്നു നമ്മൾ ഈ ശീമോനുണ്ട്. എന്താ സുവിശേഷത്തിലെ ശീമോന്റെ പ്രത്യേകത? ശീമോൻ ഭയങ്കര ഭയമുള്ള മനുഷ്യനായിരുന്നു, ഇല്ലയോ? കർത്താവിനെ ഒറ്റുകൊടുക്കുവാൻ ഇല്ലെങ്കിൽ കർത്താവിനെ അകലം പറ്റി താൻ നിൽക്കുമ്പോൾ ഒരു ബാല്യക്കാരുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞൊരു മനുഷ്യൻ. കോഴി കൂകുന്നതിന് മുമ്പ് എന്നെ തള്ളിപ്പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഇവനെ കണ്ടിട്ട് അവനുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, അതൊക്കെ ഒരു വലിയ ഒരു പ്രസംഗം വിഷയമാണ് കേട്ടോ. അവന്റെ 3.5 വർഷക്കാലത്തെ നടപ്പ് കണ്ടിട്ട് ഇല്ലെങ്കിൽ അവനുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, അവന് ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവനെ കണ്ടാൽ അവന്റെ കൂടെ നടന്നവന്റെ അതേ സംസാരമാ. പക്ഷേ എന്താ ഇപ്പോൾ ശീമോനാ. പക്ഷെ ശീമോൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കാര്യമുണ്ട്, അവന് ഭയമുണ്ടായിരുന്നു. സ്തോത്രം. നോക്കിയേ, അവിടെ കാണുവാൻ കഴിയുന്ന സുവിശേഷത്തിൽ ശീമോൻ ഹാല്യ സ്തോത്രം ബാല്യക്കാരുടെ മുമ്പിൽ പോലും അവൻ എന്ത് ചെയ്തു? ഹാല്യ സ്തോത്രം യേശുവിനെ തള്ളിപ്പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്വന്തം ജീവൻ വില കൊടുത്ത് കർത്താവിന്റെ ജീവൻ ഹാല്യ സ്തോത്രം സ്വാർത്ഥതയുടെ ഒരു പ്രതീകമായി ശീമോനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. എന്നാൽ പകർച്ചയ്ക്ക് ശേഷം ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തലപ്രവൃത്തി 4:14 ഒന്ന് വായിച്ചേ. 4:14 അപ്പോസ്തലപ്രവൃത്തി 4:14.
സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ ഉം. അവരോട് കൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് ഉം. അവർക്ക് എതിര് പറയുവാൻ വകയില്ലായിരുന്നു. ഉം. അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു, ഉം. ഈ മനുഷ്യനെ എന്ത് ചെയ്യേണ്ടു? ഉം. പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നുവെന്ന് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ, നിഷേധിക്കുവാൻ നമുക്ക് കഴിവില്ല. ഉം. എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിക്കുവാൻ അവൻ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു. ആ. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. ആ. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിക്കുവിൻ. നോക്കിയേ, സുവിശേഷത്തിൽ ശിമോന് ഒരു ബാല്യക്കാരുടെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം എന്താ ചെയ്തത്? ഹല്ലേലൂയ സ്തോത്രം അവിടെ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ശിമോൻ കേഫയായപ്പോൾ 4-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തു. പത്രോസ് ധൈര്യവും ഹല്ലേലൂയ സ്തോത്രം അവിടെ പറയുക 4:13 പറയുക, അവർ പത്രോസിന്റെ യോഹന്നാന്റെ ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ട അവർ യേശുവിനോടായിരുന്നവർ എന്ന് പറഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ. 13-ാമത്തെ വാക്യം പറയാണ്, പത്രോസിന് ധൈര്യമുണ്ടായി. പത്രോസ് ഇപ്പം മാറത്തില്ല. തല പോയാലും ഞാൻ ക്രിസ്തുവിനോട് നിൽക്കും. മാറ്റം കണ്ടോ? ഇന്ന് രാത്രി ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം അവന്റെ ഹല്ലേലൂയ സ്തോത്രം ഇപ്പൊ എന്ത് ചെയ്തു? അവന്റെ ഭീരുത്വം പൊട്ടി. വീട്ടുകാരെ കാണുമ്പോ ഹല്ലേലൂയ സ്തോത്രം ഒരു കാലത്ത് ഞാനും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുണ്ടല്ലോ, എൻ്റെ അപ്പനെ എങ്ങനെ ഞാൻ എങ്ങനെ വിഷമിപ്പിക്കും, എൻ്റെ വീട്ടുകാർക്ക് എങ്ങനെ ആയിത്തീരും എന്നൊക്കെ ഭയമുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് യേശുവിനെ ധരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സകല ഭയവും പോയി. എൻ്റെ വീട്ടുകാർ കാണത്തില്ല, കൂട്ടുകാർ കാണത്തില്ല, നാട്ടുകാർ കാണത്തില്ല, ഒന്നുമില്ല. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം സുവിശേഷത്തിലെ ശിമോനെ ഹല്ലേലൂയ സ്തോത്രം ഇപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? ഭീരുത്വം മാറുവാനിടയായി. ധൈര്യത്തോട് പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം. അവിടെ എന്താ പറയുന്നു? അവിടെ ഹല്ലേലൂയ അവ പറയാ 18-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളെ പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം നിങ്ങൾ സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത്. അതിന് പത്രോസ് യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിക്കുവിൻ. ഞങ്ങൾ കണ്ടും കേട്ട് ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കുവാൻ കഴിയത്തില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം ഇന്ന് രാത്രിയിൽ ഒരു കാര്യമുണ്ട്. ശിമോൻ യേശുവിന് വേണ്ടി നിൽക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ഭയത്തോടെ നിന്നെങ്കിൽ, യേശുവിന് വേണ്ടി രണ്ട് വാക്ക് പറയാൻ നാണക്കേട് കൊണ്ട് മാറി നിന്നുവെങ്കിൽ, ശിമോൻ മാറി കേഫയായപ്പോൾ അവൻ പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളെ, ശിമോൻ കർത്താവിന്റെ ഉയർപ്പിന് ശേഷം ഹല്ലേലൂയ സ്തോത്രം എന്താണ്? ഹല്ലേലൂയ സ്തോത്രം വേറൊരു ലെവലിലേക്ക് വരുവാനിടയായി. ഇനിയെങ്കിലും സ്വന്തം കാര്യം ഹല്ലേലൂയ സ്തോത്രം എന്താ രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ശിമോൻ യേശുവിന്റെ മരണശേഷം എന്താ ചെയ്യുന്നത്? അവന് സ്വന്തം കാര്യം ഇല്ലെങ്കിൽ അവന്റെ വയറിന് വേണ്ടി അവൻ ഓടുവാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവൻ എന്താ പറഞ്ഞത്? നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് വലയുണ്ട്, നമുക്ക് കടന്നു. 21-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം അവിടെ കാണുവാൻ കഴിയുന്നത്, ഉപജീവന മാർഗത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം അവൻ കടന്നു പോയപ്പോൾ പത്രോസിന്റെ ലേഖനം എഴുതുമ്പോൾ അവൻ പറയുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുകയാൽ നിങ്ങളുടെ സകല ചിന്താഗതിയുടെ മേൽ അവന്റെ മേലിട്ട് ഒഴുകി. മാറ്റം കണ്ടോ? കേഫയായപ്പോൾ മാറ്റം കണ്ടോ? ഉപജീവന മാർഗത്തിന് വേണ്ടി 21-ാം അധ്യായം കർത്താവിന്റെ മരണശേഷം ഹല്ലേലൂയ സ്തോത്രം ഉയർപ്പിന് ശേഷം ഹല്ലേലൂയ സ്തോത്രം ജീവന് വേണ്ടി ഓടുന്ന ശിമോനെ കണ്ടപ്പോൾ ഹല്ലേലൂയ കേഫയായി മാറിയപ്പോ പത്രോസിന്റെ ജീവിതത്തിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുകയാൽ, പത്രോസിന്റെ ലേഖനത്തിൽ എഴുതുക തന്റെ ജീവിതത്തിന്റെ ചരിത്രം എഴുതുക, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുകയാൽ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളെ സകല ചിന്താഗതികളും നിങ്ങളുടെ എല്ലാ ആകുലതകളും നിന്റെ എല്ലാ ചിന്തകളും പൊട്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് പരമേൽപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം വിളിച്ചു പറയുന്നു. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി നീ ഒരു കെഫയാവുകയാണെങ്കിൽ, നിനക്ക് ജീവിതത്തിൽ മാറ്റം വരുന്നെങ്കിൽ
ധൈര്യത്തോടെ നിനക്ക് ഉറച്ചു നിന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. ദൈവത്തിന് വേണ്ടി നീ സ്വത്രം ആകുലതകളും ചിന്തകളും മാറി നാളത്തത് എന്റെ എങ്ങനെയായി തീരുമെന്ന് നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ എന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കും. നിന്റെ സകല ആകുലതകളും മാറ്റിത്തരുവാൻ കഴിവുള്ള ഒരു കർത്താവിനെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. നിന്റെ ചിന്തക മണ്ഡലങ്ങളെ മാറ്റുവാൻ കഴിയുന്ന, നിന്റെ പ്രവൃത്തി മണ്ഡലങ്ങളെ മാറ്റുവാൻ കഴിയുന്ന, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന, ആർക്കും നിന്നോട് സഹായിക്കുവാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് കടന്നു വന്ന് അവിടെ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരം നിന്നോട് കൂടിയുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നീ ചിന്തിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, നിന്റെ സകല ചിന്താകുലങ്ങളും എന്റെ മേൽ വെട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താമെന്ന് പത്രോസിൽ കൂടെ ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. ഞെരുക്കവും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവിൽ സകലതും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കേഫായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രാർത്ഥിക്കുവാൻ സ്വത്രം പ്രാർത്ഥിക്കുന്ന അനുഭവമാണോ? സ്വത്രം നമുക്കറിയാം, ശീമോൻ ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. സ്വത്രം ശീമോനാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. പായിടുമ്പോൾ സ്വത്രം അന്നേരം ശീമോൻ ഉറങ്ങും. സ്വത്രം അങ്ങനെയുള്ളവർ ഇന്നും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. പായിട്ട് കഴിഞ്ഞാൽ ഏതുറക്കം ഇല്ലാത്തവനും വേദപുസ്തകം വായിക്കാൻ വരുമ്പോൾ ഉറക്കം വരും. സ്വത്രം അവൻ ശീമോന, അവന് മാറ്റമില്ല. അതുകൊണ്ടാണ് കർത്താവ്, നിങ്ങൾ ഒരു നാഴികയെങ്കിലും എന്നോട് കൂടി ഉണർന്ന് പ്രാർത്ഥിക്കുകയില്ലയോ എന്ന് ചോദിച്ചത്. സ്വത്രം ആവശ്യമില്ലാതെ സ്വത്രം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാര് വരുമ്പോൾ നമുക്കെന്നാ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അവരോടും. നമുക്കൊന്ന് പ്രാർത്ഥിച്ച നേരം ഇരിക്കാന്ന് പറഞ്ഞാൽ അന്നേരം അവരോടും. സ്വത്രം ദൈവമക്കളെ, ഉറങ്ങുന്ന ശീമോനെ മാറ്റി പകർച്ചയുള്ള ശേഷമായ കേഫയെ കാണുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 11-ാം വാക്യം, പകൽ 6-ാം മണി നേരം വെൺമാടത്തിൽ ആരും സ്വത്രം പറഞ്ഞില്ല, പ്രാർത്ഥിക്കുവാൻ കയറുന്ന ഒരു ജീവിതമുള്ള കേഫയെ കാണുവാനിടയാകും. ശീമോൻ ആയിരുന്ന സമയത്ത് കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു നാഴികയെങ്കിലും ഉണർന്നിരുന്ന് എന്നോടുകൂടെ പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ലയോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു മനുഷ്യനെ കാണുവാൻ കഴിയും. സ്വത്രം 6-ാം മണി നേരത്തും അവൻ എന്ത് ചെയ്യുക, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പത്രോസിനെ കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, സ്വത്രം ശീമോൻ ഗത്സമന തോട്ടത്തിൽ, കർത്താവിന്റെ തോട്ടത്തിൽ നിന്നിട്ടും മഹാപുരോഹിതനായ മൽക്കോസിന്റെ കാത് ഉറയിൽ സ്വത്രം ഉറയിൽ വെച്ച വാളുകൊണ്ട് വെട്ടിയപ്പോൾ താല്പര്യം കാണിച്ച ശീമോനെ വാൾപ്രയോഗം നടത്തി. ശീമോൻ ജഡപ്രകാരമുള്ള ഒരു മനുഷ്യനായി ശീമോൻ ആയിരുന്നുവെങ്കിൽ അവൻ കേഫയായപ്പോൾ വാളെടുക്കേണ്ടതിന് പകരം അവൻ വചനമെടുക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ജഡപ്രകാരമുള്ള ഒരു യുദ്ധമല്ല, ആത്മീകമായ യുദ്ധം നമുക്കുണ്ടാകുന്ന ഒരു കേഫയായി മാറട്ടെ. ദൈവമക്കളെ, നിങ്ങൾ ഇത്രയും നാൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു, വിശ്വാസം കടന്നു വരേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും സ്വതന്ത്രം ദൈവം പകരം തരും. രാത്രി ഒരു കാര്യം ഓർത്തു വേണം, നിന്നേക്കാൾ ശക്തർ, നിന്നേക്കാൾ ഭക്തർ, നിന്നേക്കാൾ കഴിവുള്ളവര് സ്വതന്ത്രം ദൈവത്തിന് എഴുന്നേൽപ്പിക്കുവാൻ കഴിയും. സാമ്പ്രദായനൊക്കെ അറിയാം. എനിക്ക് പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വേദനയുള്ള പല കാര്യങ്ങളുമുണ്ട്. ആദ്യകാലത്തെ IGM സഭയുടെ ദേവദാസന്മാരെ കുറിച്ച് സാമ്പ്രദായനോടൊന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ഒരു ദേവദാസന് അന്ന് എനിക്കറിയത്തില്ല, സാമ്പ്രദായ ആദ്യത്തെ കാലഘട്ടങ്ങളില്, ആ കാലഘട്ടത്തില് ഒരു ദേവദാസന് സങ്കീർത്തനം ഇല്ലെങ്കിൽ വചന ശുശ്രൂഷ കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? വചന ശുശ്രൂഷ അധികം കൊടുക്കാതിരിക്കാൻ വേണ്ടി അവർ പാട്ട് നീട്ടും. ദേവദാസനും ഇല്ല, ആ കൂട്ടമേ ഇല്ല. ഇപ്പോ ദൈവം അതിന് പകരം പലരെയും എഴുന്നേൽപ്പിക്കുവാനിടയായി. ഇന്ന് രാത്രിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വാളെടുക്കേണ്ടതിന് പകരം ശീമോൻ വാളെടുത്തത് മൽക്കോസിന്റെ കാത് സ്തോത്രം വെട്ടിയെങ്കിൽ ആയപ്പോൾ അവൻ വചനമെടുത്ത് ആത്മീക യുദ്ധത്തിനൊരുങ്ങുന്ന ഒരു കാണുവാൻ കഴിയുന്നു. ഇന്ന് രാത്രിയിൽ ശീമോൻ ഉണ്ടോ നമ്മളിൽ? 3.5 വർഷക്കാലമായിരുന്നിട്ടും യേശുവിനോട് കൂടെ നടന്നിട്ടും
ഞാനും നിങ്ങളും മാറുന്നില്ല എങ്കിൽ ഇന്ന് രാത്രി ശീമോൻ ഒന്ന് ഉടയുവാനിടയാകണം. ഹല്ലേലൂയ സ്തോത്രം. ശീമോൻ പൊട്ടണമെങ്കിൽ കേഫ പുറത്തു വരണം, ഒരു സമർപ്പണമുള്ള മനുഷ്യനായി. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ദൈവമക്കളെ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസം, ഈ വർഷത്തിന്റെ അവസാന ദിവസം ഇത് സംഭവിക്കണമെങ്കിൽ എന്ത് നടക്കണം? ഒരു ആത്മപകർച്ച നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഇന്ന് പകൽ സമയം ചരിത്രം പറയുന്നത്, ആ പകർച്ച പ്രാപിച്ച ശീമോൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി. ഒരു നാള് അകലം വിട്ട് മാറി നിന്ന മനുഷ്യൻ തലകീഴായി ക്രൂശിക്കപ്പെടുവാൻ ഇടയായത് എന്തുകൊണ്ടെന്നറിയാമോ? ഒരു ശീമോൻ കേഫയായി മാറിയത് കൊണ്ടാ. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, കർത്താവിനെ ക്രൂശിക്കപ്പെട്ടതുപോലെ അവനെ ക്രൂശിക്കുവാൻ യഹൂദ പടയാളികൾ സമീപിച്ചപ്പോൾ അതിന് പോലും താല്പര്യം പ്രകടിപ്പിക്കാതെ, ഹല്ലേലൂയ, ഞാനൊരു നീചനും പാപിയുമാണെന്ന ഹല്ലേലൂയ സ്തോത്രം, ക്രൂശിക്കപ്പെടുന്നവർ എനിക്ക് ക്രൂശിക്കപ്പെടുവാൻ ഒരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞ് അവൻ തലകീഴായി അവന്റെ പാദത്തെ ചുംബിച്ചുകൊണ്ട് എനിക്ക് ഹല്ലേലൂയ സ്തോത്രം മരിക്കണമെന്ന് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി ഏൽപ്പിക്കപ്പെട്ട ഒരു കേഫയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ യഹൂദന്മാർക്കും, 8-ാം അധ്യായം ശമര്യർക്കും, 11-ാം അധ്യായം ജാതികൾക്കും വേണ്ടി ഹല്ലേലൂയ ഉപയോഗിക്കപ്പെട്ടൊരു കേഫയായി മാറുവാനിടയായി. 11 അധ്യായങ്ങളില് കേഫ തിളങ്ങി നിൽക്കുക. 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ യഹൂദന്മാർക്ക് വേണ്ടി കേഫ നിന്നു, പത്രോസ് നിന്നു. 8-ാം അധ്യായത്തിൽ ശമരിക്കാർക്ക് വേണ്ടി നിന്നു. 11-ാം അധ്യായം വരെ ജാതികൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ട കേഫയെ നമുക്ക് കാണുവാൻ. ഹല്ലേലൂയ, ഇരുന്നിരുന്ന് തുരുമ്പിച്ച കേഫയായാലും യേശുവിനെ നോക്കി തേങ്ങി തേങ്ങി അവസാന ഘട്ടം കേഫയായി മാറുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ എല്ലാ ശീമോന്റെ ഹല്ലേലൂയ അനുഭവങ്ങൾ ഉടഞ്ഞൊരു കേഫയായി സുവിശേഷത്തിൽ ശീമോന്റെ ഹല്ലേലൂയ സ്തോത്രം അനുഭവത്തിൽ നിന്ന് ആത്മപകർച്ചയുള്ളൊരു കേഫയായി ഇന്ന് രാത്രിയിൽ മാറുവാനിടയാകട്ടെ. സുവിശേഷത്തുള്ള ശീമോന് യേശുവിന് പ്രയോജനമായില്ല എങ്കിൽ, എന്നാൽ അതിനുശേഷമുള്ള കേഫ യേശുവിനെ ഒരു പ്രയോജനമുള്ളതായി മാറിയെങ്കിൽ, യേശുവിന് പ്രയോജനമുള്ള ഒരു കേഫയായി മാറുവാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ, ഒരു ആത്മപകർച്ച ദേശത്ത്, നമ്മുടെ സഭയിൽ, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ തലമുറയില്, എന്റെ കുടുംബത്തില്, എന്റെ ജീവിതത്തില് ഇന്ന് രാത്രി സമയം ഹല്ലേലൂയ സ്തോത്രം സംഭവിക്കുവാനിടയാകട്ടെ. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രിയിൽ നീ ശീമോനായി ഹല്ലേലൂയ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നാം കടന്നു പോകുമ്പോൾ ഒരു കേഫയായി കടന്നു പോകണം. നാം സമർപ്പണമുള്ള ഒരു വ്യക്തിയായി കടന്നു പോകണം. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാനിടയാകണം. നമ്മൾ എവിടെയാണ് മനസ്സാന്തരം വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമർപ്പണത്തോടെ, നമുക്കൊരു സമർപ്പണത്തോടെ ഹല്ലേലൂയ രാത്രി മടങ്ങി വരികയാണ്. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത ഒരു ശീമോൻ, ഹല്ലേലൂയ സ്തോത്രം, ഉറക്കത്തിലായിരുന്ന ഒരു ശീമോൻ, ഹല്ലേലൂയ സ്തോത്രം, മത്സരിക്കുന്ന ഒരു ശീമോൻ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ, അധികാരമോഹിയായ ഒരു ശീമോനെ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ വാളെടുക്കുന്ന ഒരു ശീമോനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ, ജഡത്തിന് യുദ്ധം ചെയ്യുന്ന ഒരു ശീമോനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആകുലം കൊണ്ട് കണ്ണ് തളർന്ന ഒരു ശീമോനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു കേഫയായി മാറുമ്പോൾ കരുതലിനെ കുറിച്ച്, ഹല്ലേലൂയ സ്തോത്രം, ഒരു പ്രാർത്ഥനാ വീരനെ കുറിച്ച്, പ്രാർത്ഥനാ പോരാളിയെ കുറിച്ച്, വചനത്തിൽ അധിഷ്ഠിതനായ ഒരു മനുഷ്യനെ കുറിച്ച്, ഹല്ലേലൂയ ആത്മാവിൽ യുദ്ധം ചെയ്യുന്ന ഒരു മനുഷ്യനെ ആയി മാറുവാൻ, ഹല്ലേലൂയ കർത്താവിനോട് ധീരതയോടെ നിൽക്കുന്ന ഒരു മനുഷ്യനായി കേഫയായി മാറുവാൻ ഇന്ന് രാത്രിയിൽ കഴിയട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് നിത്യത ഉറപ്പുവരുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് നാം മടങ്ങി വരണം ദൈവമക്കളെ. അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമുക്ക് ഹല്ലേലൂയ ലഭിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതം കർത്താവിന്റെ വരവിൽ നമ്മൾ കാണുവാനിടയാകും. എന്നും ഒരുപോലെ ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഈ അധ്യായങ്ങളും ഈ ലേഖനങ്ങളും ഈ സുവിശേഷവും ഒക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കർത്താവിന്റെ ആ കൃപയ്ക്കനുസരിച്ച് വളരുവാനാണ്. ഹല്ലേലൂയ സ്തോത്രം. നട്ടപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പറിച്ചപ്പോഴും നാഴിയാണെന്ന് പറഞ്ഞ പോലെയല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇല്ലേ? നട്ടപ്പോഴും ഒരു പറ, ഹല്ലേലൂയ പറിച്ചപ്പോഴും ഒരു പറ. വല്ല പ്രയോജനമുണ്ടോ? നട്ടതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇന്ന് രാത്രിയിൽ നമുക്കൊരു മാറ്റം വേണം. കർത്താവ് കടന്നു വരുമ്പോൾ, നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അടിമുടി ഒരു വ്യത്യാസം വേണം. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം. മറ്റുള്ളവരെ നിങ്ങൾക്ക് കളിപ്പിക്കുവാൻ കഴിയും. എത്ര നാൾ നിങ്ങളെ കളിപ്പിക്കുവാൻ കഴിയും ദൈവമക്കളെ? ഹല്ലേലൂയ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, നമുക്കൊരു ഹല്ലേലൂയ മാറ്റം വേണം. ഈ 2025 അവസാനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു സമർപ്പണത്തോടെ കടന്നു വരുവാൻ ഒരു നിമിഷം ദിവസം സമർപ്പിച്ച്
ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ അനേക കാര്യങ്ങളുണ്ട്. നമ്മൾ ഹാല്യസ്തോത്രം മാനുഷിക ബുദ്ധി നമുക്ക് നോക്കുമ്പോൾ നാം ആളാകുവാനും നമ്മൾ ഒന്നും ചെയ്യരുത്. നിനക്കുള്ള ശുശ്രൂഷ ആർക്കും മാറ്റുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പൈതലേ, നിനക്കുള്ള ശുശ്രൂഷ ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയത്തില്ല. നിനക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞില്ലേ, പൗലോസിന് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് റോമയൊന്ന് കാണണം. യെരുശലേമിൽ അക്കായിൽ നിന്നും മക്കദോനിയയിൽ നിന്ന് അക്കായിൽ കൂടെ യെരുശലേമിലെത്തി. അതിനുശേഷം റോമ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്നാൽ കർത്താവ് രാത്രി കടന്നു വന്നിട്ട് പറഞ്ഞു, നീ യെരുശലേമിൽ സുവിശേഷിച്ചതുപോലെ റോമയിലും എന്റെ സാക്ഷിയായി തീരും. കടൽഛേദമുണ്ടായി, കപ്പൽ ഛേദമുണ്ടായി. സ്വത്രം നീതിദേവി അവനെ ജീവിക്കുവാൻ അനുവദിച്ചില്ല. സ്വത്രം എത്തുകയില്ല. സ്വത്രം ആ പറഞ്ഞ സ്ഥലത്ത് ദൈവം എത്തിച്ച് റോമയിൽ ദൈവത്തിന്റെ സാക്ഷിയായി തീരുവാൻ സ്വത്രം നാളുകൾ അവിടെ സ്വത്രം ഇരുന്നു കൊണ്ട് അനേക ലേഖനങ്ങൾ എഴുതുവാൻ കഴിഞ്ഞുവെങ്കിൽ നിന്റെ സ്വത്രം എന്റെയും നിങ്ങളുടെയും സ്വത്രം ദൈവമക്കളെ വാഗ്ദത്തത്തെ സ്വത്രം തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ സ്വത്രം അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളും ഒരു മാറ്റം വന്നിട്ടേ പോകാൻ പാടുള്ളൂ. ശീമോനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. കേഫായി തിരിച്ചു പോകുവാൻ ഇന്ന് രാത്രിയിൽ ഒരു പ്രതിജ്ഞാബദ്ധതയോടെ നാം കടന്നു പോകണം. ഈ രാത്രിയിൽ നമ്മളോട് ഈ വചനം സംസാരിക്കുവാനിടേ ഞാൻ ഈ വചനം എടുത്തപ്പോൾ എനിക്ക് തന്നെ തോന്നി, കർത്താവേ, എന്നോടാണല്ലോ ഇത് സംസാരിച്ചത്. എൻ്റെ ജീവിതത്തിൽ തകർച്ചകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് വീഴ്ചകളെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എൻ്റെ സംസാരത്തിലോ എൻ്റെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇന്ന് രാത്രിയിൽ സ്വത്രം ക്ഷമ പറയുന്നതിന് യാതൊരു മടിയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് സമർപ്പണം വേണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു ഉയർച്ച ഉണ്ടാകുന്നത്. ഇന്ന് രാത്രി അതുകൊണ്ട് നമ്മൾ എത്രയൊന്ന് സമർപ്പിക്കാം. ഈ വാക്കുകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നാളെ നമ്മുടെ സ്നാന ശുശ്രൂഷയുണ്ട്. സ്നാനത്തിന് തക്ക സമയത്ത് നാം കടന്നു വരണം. അതിനൊരു കുറച്ച് സമയം അതിന് മുമ്പ് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അന്നേരം അതിന് അനുസരിച്ച് നമ്മൾ സ്നാന ശുശ്രൂഷ ക്രമീകരിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.